Welcome to Sophia Institute. Today, we are going to discuss the chapter Les Miserables by Victor Hugo. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് Les Miserables എന്ന പാഠമാണ് by Victor Hugo. Victor Hugo എന്ന എഴുത്തുകാരനാൽ രചിക്കപ്പെട്ടതായ Les Miserables എന്ന നോവലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പ്രാരംഭമായി ഇൻട്രൊഡക്ഷൻ ടു ദ ഓഥർ, ലേഖകനെ കുറിച്ചുള്ള ഒരു ആമുഖം നോക്കാം. വിക്ടർ മാരി ഹ്യൂഗോ വാസ് എ ഫ്രഞ്ച് പോയറ്റ്. എഴുത്തുകാരന്റെ മുഴുവൻ പേര് വിക്ടർ മാരി ഹ്യൂഗോ. വിക്ടർ മാരി ഹ്യൂഗോ വാസ് എ ഫ്രഞ്ച് പോയറ്റ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് കവിയായിരുന്നു. പോയറ്റ് മാത്രമല്ല, നോവലിസ്റ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെന്റ്. അദ്ദേഹം ആരുമൊക്കെ ആയിരുന്നു? അദ്ദേഹം ഒരു നോവലിസ്റ്റുമായിരുന്നു, അതോടൊപ്പം തന്നെ ഡ്രമാറ്റിസ്റ്റ്, ഒരു നാടകകൃത്തും ആയിരുന്നു. ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെന്റ്, റൊമാൻറ്റിക് കാലഘട്ടത്തിലെ ഒരു കവിയും ഒരു നോവലിസ്റ്റും ഒരു നാടകകൃത്തുമൊക്കെ ആയിരുന്നു വിക്ടർ മാരി ഹ്യൂഗോ. വിക്ടർ മാരി ഹ്യൂഗോ വാസ് എ ഫ്രഞ്ച് പോയറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെന്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റൊമാൻറ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്താണെന്ന് നമുക്ക് ആദ്യമായി നോക്കാം. Romanticism was an artistic and intellectual movement that originated in Europe towards the end of the 18th century. ഇപ്പൊ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാല് an artistic and intellectual movement. എന്താണ് an artistic, ഒരു കലാപരവും and intellectual, യുക്തിപരവുമായ ഒരു മുന്നേറ്റത്തെയാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. എന്താണ്? റൊമാൻറ്റിസിസം വാസ് ആൻ ആർട്ടിസ്റ്റിക് ആൻഡ് ഇന്റലക്ച്വൽ മൂവ്മെന്റ്. റൊമാൻറ്റിസിസം എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിക്, ഒരു കലാപരവും ആൻഡ് ഇന്റലക്ച്വൽ, യുക്തിപരവുമായ ഒരു മുന്നേറ്റമായിരുന്നു. ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ്. അതിന്റെ ആവിർഭാവം, അതിന്റെ തുടക്കം യൂറോപ്പിലായിരുന്നു. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 18th century, 18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ റൊമാൻറ്റിസിസം ഉദയം കൊള്ളുന്നത്. അപ്പൊ റൊമാൻറ്റിസിസം വാസ് ആൻ ആർട്ടിസ്റ്റിക് ആൻഡ് ഇന്റലക്ച്വൽ മൂവ്മെന്റ്. റൊമാൻറ്റിസിസം എന്താണ്? ഒരു ആർട്ടിസ്റ്റിക്, ഒരു കലാപരവും അതോടൊപ്പം തന്നെ യുക്തിപരം അല്ലെങ്കിൽ ബൗദ്ധികവുമായുള്ളതായ ഒരു മുന്നേറ്റമായിരുന്നു. ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ്. അത് യൂറോപ്പിലാണ് അത് ഉദയം കൊണ്ടത്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 18th century, 18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലയളവുകളിൽ യൂറോപ്പിൽ ഉദയം കൊണ്ടതായ ഒരു കലാപരവും യുക്തിപരവുമായ ഒരു മുന്നേറ്റത്തെയാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. പല കാലഘട്ടങ്ങളിലും പലതായ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് റൊമാൻറ്റിസിസം എന്നുള്ളത്. അപ്പൊ ഈ വിക്ടർ മാരി ഹ്യൂഗോ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റിലെ എഴുത്തുകാരനാണ്. ഹ്യൂഗോ ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് നോൺ ഫ്രഞ്ച് റൈറ്റേഴ്സ്. ഹ്യൂഗോ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹ്യൂഗോയെ പരിഗണിക്കുന്നത് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, അദ്ദേഹത്തെ ഏറ്റവും ശ്രേഷ്ഠനായതും ആൻഡ് ബെസ്റ്റ് നോൺ ഫ്രഞ്ച് റൈറ്റേഴ്സ്, വളരെ അറിയപ്പെടുന്നത്, ശ്രേഷ്ഠനായതും വളരെ അറിയപ്പെടുന്നതുമായ ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടാണ് ഹ്യൂഗോയെ പരിഗണിക്കുന്നത്. ഹ്യൂഗോ ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് നോൺ ഫ്രഞ്ച് റൈറ്റേഴ്സ്. ഹ്യൂഗോയെ പരിഗണിക്കുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, ഏറ്റവും വളരെ അറിയപ്പെടുന്നതും അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായതും അതോടൊപ്പം അതിന്റെ ബെസ്റ്റ് നോൺ, വളരെ അറിയപ്പെടുന്നതുമായ ഒരു എഴുത്തുകാരനായിട്ടാണ്, ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടാണ് ഹ്യൂഗോയെ പരിഗണിക്കുന്നത്. Outside of France, his most famous works are the novels Les Miserables and The Hunchback of Notre Dame. ഇവിടെ ശ്രദ്ധിക്കുക, ഔട്ട്സൈഡ് ഓഫ് ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രാൻസിന് വെളിയിൽ വെച്ച്, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ രണ്ട് കൃതികളും ഫ്രാൻസിലല്ല എഴുതിയത്, ഫ്രാൻസിന് വെളിയിൽ വെച്ചാണ് അദ്ദേഹം എഴുതിയത്. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആർ, അപ്പൊ ഫ്രാൻസിന് വെളിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് കൃതികൾ എന്നുള്ളത്, ഫ്രാൻസിന് വെളിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ കൃതികൾ എന്നുള്ളത്, നോവൽസ് എന്നുള്ളത് ലെസ് മിസറബിൾസ് ആൻഡ് ഹഞ്ച് ബാക്ക് ഓഫ് നോട്രെ ഡാം. ഈ രണ്ട് നോവലുകളുമാണ് ഫ്രഞ്ചിന് വെളിയിൽ വെച്ച് അല്ലെങ്കിൽ ഫ്രഞ്ച് ദേശത്തിന് വെളിയിൽ വെച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള രണ്ട് നോവലുകൾ. വളരെ പ്രസിദ്ധമായ രണ്ട് നോവലാണ്. അതിൽ ലെസ് മിസറബിൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. Outside of France, his most famous works are the novels Les Miserables and The Hunchback of Notre Dame. In France, Hugo is known primarily for his poetic collections. In France, ഫ്രാൻസിൽ ഹ്യൂഗോ is known primarily for his poetic collections. ഹ്യൂഗോയെ അറിയപ്പെടുന്നത് എന്തിനാണ്?
ഹ്യൂഗോയെ പ്രാരംഭമായി ഫ്രാൻസിൽ അറിയപ്പെടുന്നത് ഫോർ ഹിസ് പോയട്രി കളക്ഷൻസ്, തന്റെ കവിതാ സമാഹാരത്തിന് അല്ലെങ്കിൽ തന്റെ കവിതാ സമാഹാരത്തിലൂടെയാണ് ഫ്രാൻസിൽ ഹ്യൂഗോയെ പ്രാരംഭമായി അറിയപ്പെടുന്നത്. Hugo was at the forefront of the Romantic literary movement with his play Cromwell and drama Hernani. Hugo was at the forefront of the Romantic literary movement. Hugo എവിടെ ഉണ്ടായിരുന്നു? മുൻനിരയിൽ ഉണ്ടായിരുന്നു. എന്തിന്റെ മുൻനിരയിലാണ്? റൊമാൻറ്റിക് ലിറ്റററി മൂവ്മെന്റ്, റൊമാൻറ്റിക് കാൽപ്പനിക എന്താണ് സാഹിത്യ മുന്നേറ്റത്തിന്റെ മുൻനിരയിലാണ് ആരുണ്ടായിരുന്നത്? ഹ്യൂഗോ ഉണ്ടായിരുന്നത്. തന്റെ ക്രോംവെൽ തന്റെ പ്ലേ ആയ ക്രോംവെല്ലും അതോടൊപ്പം തന്നെ തന്റെ നാടകമായ ഹെർനാനിയും, ഈ രണ്ട് കൃതികളുമായി റൊമാൻറ്റിക് കാലഘട്ടത്തിന്റെ റൊമാൻറ്റിക് ലിറ്റററി മൂവ്മെന്റ് മുൻനിരയിൽ തന്നെ ഹ്യൂഗോ ഉണ്ടായിരുന്നു. മെനി ഓഫ് ഹിസ് വർക്ക്സ് ഹാവ് ഇൻസ്പയർഡ് മ്യൂസിക്. തന്റെ പല കൃതികളും അല്ലെങ്കിൽ തന്റെ പല വർക്ക്സുകളും മ്യൂസിക്, സംഗീതത്തിന് പോലും പ്രചോദനം നൽകിയിട്ടുണ്ട്. ബോത്ത് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം ആൻഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. തന്റെ ജീവകാലത്തും മരണത്തിന് ശേഷം പോലും തന്റെ പല കൃതികളും സംഗീതത്തിന് പോലും പ്രേരകമായി തീർന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഏതൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു? ദ മ്യൂസിക്കൽസ് നോട്രെ ഡാം ഡേ പാരീസ് ആൻഡ് ലെസ് മിസറബിൾസ്. ഈ കൃതിയൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നോട്രെ ഡാം ഡേ പാരീസ് എന്ന കൃതിയും ലെസ് മിസറബിൾസ് എന്ന കൃതിയും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. He produced more than 4,000 drawings in his lifetime. തന്റെ ജീവകാലത്ത് 4000-ഓളം ഡ്രോയിങ്ങുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് മോർ ദാൻ 4,000 drawings in his lifetime. തന്റെ ജീവകാലത്ത് 4000-ഓളം ഡ്രോയിങ്ങുകൾ അദ്ദേഹത്തിന്റെ ജീവകാലത്ത് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ആൻഡ് ക്യാമ്പയിൻഡ് ഫോർ സോഷ്യൽ കോസസ്. ക്യാമ്പയിൻഡ് എന്ന് വെച്ചാൽ പ്രചാരണ പ്രവർത്തനം നടത്തി. ഇതിനൊക്കെയാണ് ഫോർ സോഷ്യൽ കോസസ്, സാമൂഹിക കാരണങ്ങളായ അബോളിഷൻ ഓഫ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്? അതായത് വധശിക്ഷയെ നിരോധിക്കണം എന്നുള്ളതായ സോഷ്യൽ കോസ് എന്നുള്ളതായ സാമൂഹിക കാരണത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രചാരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആൻഡ് ക്യാമ്പയിൻഡ് ഫോർ സോഷ്യൽ കോസസ് സച്ച് ആസ് ദ അബോളിഷൻ ഓഫ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷയെ നിരോധിക്കണം എന്നുള്ളതായ സാമൂഹിക കാരണത്തിന് വേണ്ടി അദ്ദേഹം പ്രചാരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഹിസ് വർക്ക് എക്സ്പ്ലോർസ് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അദ്ദേഹത്തിന്റെ കൃതികൾ എക്സ്പ്ലോർസ്, അത് വിശകലനം ചെയ്യുന്നു അല്ലെങ്കിൽ ആരായുന്നു. ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ഹിസ് ടൈം. തന്റെ സമയത്തുള്ളതായ രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങൾ, തന്റെ സമയത്തുള്ളതായ രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങൾ. അപ്പൊ തന്റെ കൃതി വിശകലനം ചെയ്യുന്നു. തന്റെ കൃതി ആരായുന്നു. എന്തിനെ ആരായുന്നത്? തന്റെ സമയത്തുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളെ തന്റെ കൃതികൾ ആരായുന്നു. And his books have been translated to several foreign languages. തന്റെ കൃതികൾ ഒരുപാട് മറ്റ് ഭാഷകളിലേക്ക് പോലും അവ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ സെക്കൻഡ് പാരയിൽ ലാസ്റ്റ് വരിയുടെ നോക്കാം. His legacy has been honored in many ways, including his portrait being placed on French currency. എങ്ങനെയാണ്? His legacy, തന്റെ പാരമ്പര്യം, has been honored in many ways. തന്റെ പാരമ്പര്യത്തെ പല രീതിയിൽ ആദരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? Including his portrait being placed on French currency. അപ്പം തന്റെ പാരമ്പര്യത്തെ പല രീതിയിൽ ആദരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്രഞ്ച് നാണയത്തിൽ തന്റെ ചിത്രത്തെ ആലേഖനം ചെയ്തുകൊണ്ട് തന്റെ പാരമ്പര്യത്തെ പല രീതിയിൽ ആദരിച്ചിട്ടുള്ളതിൽ ഒരു രീതിയാണ് ഫ്രഞ്ച് നാണയത്തിൽ തന്റെ ചിത്രത്തെ ആലേഖനം ചെയ്തിട്ടുള്ളത് എന്ന് വേഗത്തിൽ വായിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ടു ദ ഓഥർ. Victor Marie Hugo was a French poet, novelist, and a dramatist of the Romantic movement. Hugo is considered to be one of the greatest and best-known French writers. Outside of France, his most famous works are the novels Les Miserables and The Hunchback of Notre Dame. In France, Hugo is known primarily for his poetry collections. Hugo was at the forefront of the Romantic literary movement with his play Cromwell and drama Hernani.
Many of his works have inspired music both during his lifetime and after his death, including the musicals Notre Dame de Paris and Les Miserables. He produced more than 4,000 drawings in his lifetime and campaigned for social causes such as the abolition of capital punishment. His work explores the political and social issues of his time, and his books have been translated to several foreign languages. His legacy has been honored in many ways, including his portrait being placed on French currency. Next, introduction to the novel. ഈ നോവലിലേക്കുള്ളതായ ഒരു ആമുഖം നോക്കാം. Introduction to the novel. ഈ നോവലിലേക്കുള്ളതായ ഒരു ആമുഖം നോക്കാം. Hugo began planning a major novel about social misery and injustice as early as the 1830s. എന്താണ്? Hugo began planning a major novel about social misery. Hugo വളരെ കാലം കൊണ്ട് താൻ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു നോവൽ എഴുതുന്നതിനുള്ളതായ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ചാണ് സോഷ്യൽ മിസറി ആൻഡ് ഇൻജസ്റ്റിസ്. അപ്പം സമൂഹത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെയും അതോടൊപ്പം തന്നെ ആൻഡ് ഇൻജസ്റ്റിസ്, അനീതിക്കെതിരായിട്ട് സോഷ്യൽ മിസറി, സമൂഹത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെയും അതോടൊപ്പം തന്നെ അനീതിക്കുമെതിരായുള്ള ഒരു കഥ എഴുതണമെന്ന് ഹ്യൂഗോ വളരെ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ, ലെസ് മിസറബിൾസ് എന്നതിന്റെ തർജ്ജിമ എന്നുള്ളത് ദ മിസറബിൾ വൺസും, ദ ലെസ് മിസറബിൾസ് എന്നുള്ളതിന്റെ തർജ്ജിമ ദ മിസറബിൾ വൺസും, അതോടൊപ്പം തന്നെ മിസറബിൾ എന്ന് വെച്ചാൽ കഷ്ടം അനുഭവിക്കുന്നവർ എന്നാണ്. ഹ്യൂഗോ ബിഗാൻ പ്ലാനിങ് എ മേജർ നോവൽ. ഹ്യൂഗോ ഒരു വലിയ നോവൽ എഴുതണമെന്ന് വളരെ നാളുകൾ കൊണ്ട് പദ്ധതികൾ തയ്യാറാക്കിയായിരുന്നു. എബൌട്ട് സോഷ്യൽ മിസറി ആൻഡ് ഇൻജസ്റ്റിസ്, സാമൂഹികമായി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമൂഹികമായി കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ചും ആൻഡ് ഇൻജസ്റ്റിസ്, അനീതിയെക്കുറിച്ചും ഒരു നോവൽ എഴുതണമെന്ന് വളരെ കാലം കൊണ്ട് ഹ്യൂഗോ പ്ലാൻ ചെയ്യുകയായിരുന്നു. ആസ് ഏർലി ആസ് ദി 1830s, 1830 കാലഘട്ടങ്ങൾ മുതൽ തന്നെ അങ്ങനെ ഒരു കവിത എഴുതണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു നോവൽ എഴുതണമെന്ന് ഹ്യൂഗോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വുഡ് ടേക്ക് എ ഫുൾ 17 years ഫോർ ഹിസ് ഗ്രേറ്റസ്റ്റ് വർക്ക് ലെസ് മിസറബിൾസ് ടു ബി റിയലൈസ്ഡ് ആൻഡ് ഫൈനലി പബ്ലിഷ്ഡ് ഇൻ 1862. ബട്ട് പക്ഷേ ഇറ്റ് വുഡ് ടേക്ക് എ ഫുൾ 17 years, പക്ഷേ 17 വർഷക്കാലം എടുത്തു for his greatest work, Les Miserables, to be realized and finally published in 1862. അപ്പം വളരെ കാലം കൊണ്ട് താൻ പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും 17 വർഷം കൊണ്ടാണ് തനിക്ക് ലെസ് മിസറബിൾസ് എന്ന നോവൽ എഴുതി തീർക്കുവാനായിട്ട് കഴിഞ്ഞത്. 17 വർഷം കൊടുത്തു അദ്ദേഹത്തിന് ആ നോവൽ എഴുതി തീർക്കുന്നതിനും പിന്നത്തേതിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിനും കഴിഞ്ഞപ്പോൾ. അങ്ങനെ 1830 ആരംഭിച്ചതായ കൃതി എഴുതി തീർക്കപ്പെട്ടപ്പോൾ 1862 ആ കാലഘട്ടത്തിലാണ് തനിക്കത് പബ്ലിഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. 1830 എഴുതി ആരംഭിച്ച കൃതി 17 വർഷം എടുത്തു അതൊന്ന് പൂർത്തീകരിക്കാൻ. അവസാനം പബ്ലിക്കേഷൻ നടന്നപ്പോൾ 1862. Knowing it to be a valuable work, he sold the book to the highest bidder. ശ്രദ്ധിച്ചേ, knowing it to be a valuable work. അപ്പൊ തനിക്ക് അറിയാമായിരുന്നു ഈ കൃതി എന്താണെന്ന്, ശ്രേഷ്ഠമായ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു കൃതിയാകുമെന്ന് തനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ he sold the book to the highest bidder. അതുകൊണ്ട് തന്നെ താൻ ഈ കൃതി ആർക്കാണ് വിറ്റത്? ഹയസ്റ്റ് ബിഡർ, അത് ഏറ്റവും അധികം തന്നിൽ നിന്ന് ലേലത്തിൽ കൈക്കൊള്ളാൻ കഴിഞ്ഞ വ്യക്തിക്ക് അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും അധികം ധനം നൽകി തന്നിൽ നിന്ന് ആ പുസ്തകം കരസ്ഥമാക്കാൻ കഴിഞ്ഞ വ്യക്തിക്കാണ് ആ ബുക്ക് താന് കൊടുത്തത്, പബ്ലിഷ് ചെയ്യാനുള്ള അവസരം കൊടുത്തത്. അപ്പം ലേലത്തിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകൾ ഒരുപാട് പേർ വന്നപ്പോൾ അത് ലേലം വിളിക്കുകയും ആ ലേലത്തിൽ ഏറ്റവും അധികം തുക നൽകിയ വ്യക്തിക്കായിരുന്നു തന്റെ പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള അവസരം ഹ്യൂഗോ നൽകിയത്. The publishing house started a campaign 6 months before the release of the novel. ഇവിടെ ശ്രദ്ധിച്ചേ, the publishing house, പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതായ ആ പുസ്തക പ്രസാധകർ started a campaign. അവർ എന്താരംഭിച്ചു? അവർ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ആരാണ്? the publishing house, പുസ്തക പ്രസാധകർ started a campaign. അവർ ഒരു പ്രചാരണ പ്രവർത്തനം, ക്യാമ്പയിൻ എന്ന് വെച്ചാൽ പ്രചാരണ പ്രവർത്തനം അവർ ആരംഭിച്ചു 6 months before the release of the novel. ആ നോവൽ റിലീസ് ആകുന്നതിന് 6 മാസം മുമ്പേ അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. And initially published only the first part of the novel. അത് മാത്രമല്ല,
പ്രാരംഭമായി only published the first part of the novel. ആ നോവലിന്റെ പ്രാരംഭ ഭാഗം മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ആദ്യമായി അതിനെ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. അവരുടെ ആ പബ്ലിക്കേഷൻ ടെക്നിക്ക് ആയിരുന്നു പരമാവധി അതിന് റീച്ച് കിട്ടാനായിട്ട്, അതിന് പരമാവധി പേർ അത് മേടിക്കുന്നതിനൊക്കെ വേണ്ടി ഉള്ളതായ അവരുടെ ഒരു ടെക്നിക്കായിരുന്നു. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ നോവലിന് ഫാന്റൈൻ എന്നാണ് അറിയുന്നത്, which was launched simultaneously in major cities. അപ്പൊ എന്താണ്, അത് മാത്രമല്ല ഇത് ഒരേ സമയത്ത് പല പട്ടണങ്ങളിൽ ഒരുപോലെ ഇത് റിലീസ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു. ടുഡേ, ഇന്ന് the novel is considered as a ലിറ്റററി മാസ്റ്റർ പീസ്. ഇന്ന് ഈ നോവലിനെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്, ആ സാഹിത്യത്തിലെ ഒരു ശ്രേഷ്ഠമായ കൃതിയായിട്ടാണ് ഇന്ന് ഈ നോവലിനെ അറിയപ്പെടുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. Introduction to the novel. Hugo began planning a major novel about social misery and injustice as early as the 1830s, but it would take a full 17 years for his greatest work, Les Miserables, to be realized and finally published in 1862. Knowing it to be a valuable work, he sold the book to the highest bidder. The publishing house started a campaign 6 months before the release of the novel and initially published only the first part of the novel, Fantine, which was launched simultaneously in major cities. Today, the novel is considered a literary masterpiece. Next paragraph. The story involving several characters traces the destiny of a convict, Jean Valjean, a victim of society. The story involving several characters. ഈ കഥയില് അനേക കഥാപാത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അതെന്താണ് ചെയ്യുന്നത്, ട്രേസസ് എന്ന് വെച്ചാൽ പിന്തുടരുന്നത്. ദ ഡെസ്റ്റിനി ഓഫ് എ കൺവിക്റ്റ്, ഒരു കുറ്റവാളിയുടെ വിധി, ഒരു കുറ്റവാളിയുടെ വിധിയാണ് ഈ കഥ എന്ത് ചെയ്യുന്നത്. ഈ കഥ, അതായത് ദ സ്റ്റോറി, ഈ കഥയിൽ ഇൻവോൾവിംഗ് സെവറൽ ക്യാരക്ടേഴ്സ്, അനേക കഥാപാത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ട്രേസസ് ദ ഡെസ്റ്റിനി ഓഫ്, അതെന്താ ചെയ്യുന്നത്, ട്രേസസ് ദ ഡെസ്റ്റിനി ഓഫ് എ കൺവിക്റ്റ്, ഒരു കുറ്റവാളിയുടെ വിധിയെയാണ് ഇത് പിന്തുടരുന്നത്. എ വിക്ടിം ഓഫ് സൊസൈറ്റി, കൺവിക്ട് ജീൻ വാൽജീൻ, ആ കുറ്റവാളിയുടെ പേര് ജീൻ വാൽജീൻ എന്നാണ്. അദ്ദേഹത്തിന് സംഭവിച്ചത്, എ വിക്ടിം ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ ഇരയായിട്ടാണ് ഈ ജീൻ വാൽജീനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദ സ്റ്റോറി ഇൻവോൾവിംഗ് സെവറൽ ക്യാരക്ടേഴ്സ്, ഈ കഥ അനേക കഥാപാത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതായ ഈ കഥ ട്രേസസ് ദ ഡെസ്റ്റിനി ഓഫ് എ കൺവിക്റ്റ്, എന്തിനെ പിന്തുടരുന്നു, ഒരു ജീൻ വാൽജീൻ എന്ന കുറ്റവാളിയുടെ വിധിയെ പിന്തുടരുന്ന. എ വിക്ടിം ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ ഇര, അല്ലെങ്കിൽ സമൂഹത്തിന്റെ തിന്മയ്ക്കിരയായി തീർന്ന ജീൻ വാൽജീന്റെ വിധിയെ എന്ത് ചെയ്യാണ്, പിന്തുടരുകയാണ് ഈ കൃതി ചെയ്യുന്നത്. He had been imprisoned for 19 years for stealing a loaf of bread. He had been imprisoned for 19 years. അദ്ദേഹം 19 വർഷക്കാലം ജയിലിൽ അടയ്ക്കപ്പെട്ടു. For stealing a loaf of bread, ഒരു റൊട്ടി മോഷ്ടിച്ചു എന്നുള്ള കാരണത്താൽ 19 വർഷക്കാലം അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. It is considered one of the most influential novels of the 19th century. ഇതെങ്ങനെയാണ് അറിയപ്പെടുന്നത്, ഇറ്റ് ഈസ് കൺസിഡേർഡ്, ഇത് അറിയപ്പെടുന്നു one of the most influential novels of the 19th century. 19ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായ ഒരു നോവലായിട്ടാണ് ഈ നോവലിനെ അറിയപ്പെടുന്നത്. ഇറ്റ് എക്സാമിൻസ്, ഇത് പരിശോധിക്കുന്നു, the nature of good, evil and the law in a story that looks at the history of France, architecture of Paris, politics, moral philosophy, law, justice, religion and the types and nature of romantic and familiar love. നോക്കാം. It examines, ഇത് പരിശോധിക്കുകയാണ്. എന്തിനാണ് പരിശോധിക്കുന്നത്, നേച്ചർ ഓഫ് ഗുഡ്, നന്മയുടെ പ്രകൃതം, നേച്ചർ പ്രകൃതം, നന്മയുടെ പ്രകൃതം, ഈവിൾ തിന്മയുടെ പ്രകൃതം, ലോ നിയമത്തിന്റെ പ്രകൃതം. ഇൻ എ സ്റ്റോറി, ഈ കഥ ലുക്സ് അറ്റ് ദ ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ്, ഫ്രാൻസിന്റെ ചരിത്രത്തെ നോക്കി കാണുന്നു. ആർക്കിടെക്ചർ ഓഫ് പാരീസ്, പാരീസിന്റെ ആർക്കിടെക്ചറിനെ, രൂപകൽപ്പനയെ നോക്കിക്കാണുന്നു. പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തെ, മോറൽ ഫിലോസഫി, ധാർമ്മിക തത്വശാസ്ത്രത്തെ, ലോ നിയമത്തെ, ജസ്റ്റിസ് നീതിയെ, റിലീജിയൻ മതത്തെ, അത് മാത്രമല്ല ടൈപ്സ് ആൻഡ് നേച്ചർ ഓഫ്, പല തരത്തിലും പല പ്രകൃതത്തിലുമുള്ളതായ റൊമാൻറ്റിക് ആൻഡ് ഫാമിലിയൽ ലവും, റൊമാൻറ്റിക് കാൽപ്പനികവും അതോടൊപ്പം തന്നെ കുടുംബപരമായ സ്നേഹത്തെയും ഒക്കെ ഇത് നോക്കിക്കാണുന്നു. ഒരു വലിയ സെന്റൻസ് ആണിത്. ഇറ്റ് എക്സാമിൻസ് ദ നേച്ചർ ഓഫ് ഗുഡ്,
ഈവിൾ ആൻഡ് ദ ലോ. ഇത് എന്തിനെയൊക്കെ പരിശോധിക്കുന്നു? നേച്ചർ ഓഫ് ഗുഡ്, ഈവിൾ ആൻഡ് ദ ലോ. ഗുഡ് നന്മയുടെയും ഈവിൾ തിന്മയുടെയും നിയമത്തിന്റെയും പ്രകൃതത്തെ ഇത് പരിശോധിക്കുന്നു. ഇൻ എ സ്റ്റോറി ദാറ്റ് ലുക്സ് അറ്റ് ദ ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ്. ഇത് ഫ്രാൻസിന്റെ ചരിത്രത്തെയാണ് നോക്കി കാണുന്നത്. അതോടൊപ്പം തന്നെ ആർക്കിടെക്ചർ ഓഫ് പാരീസ്, പാരീസിന്റെ രൂപകൽപ്പന, അതോടൊപ്പം തന്നെ പൊളിറ്റിക്സ് രാഷ്ട്രീയം, മോറൽ ഫിലോസഫി ധാർമ്മിക തത്വശാസ്ത്രം, ലോ നിയമം, ജസ്റ്റിസ് നീതി, റിലീജിയൻ മതം. അത് മാത്രമല്ല ടൈപ്സ് ആൻഡ് നേച്ചർ പലതരത്തിലും പ്രകൃതത്തിലുമുള്ളതായ റൊമാൻറ്റിക് ആൻഡ് ഫെമിലിയൽ ലവ് കാൽപ്പനികവും കുടുംബപരവുമായ സ്നേഹത്തെയും ഒക്കെ ഇത് നോക്കിക്കാണും. നല്ലൊരു പാരഗ്രാഫ്. The story involving several characters traces the destiny of a convict, Jean Valjean, a victim of society. He had been imprisoned for 19 years for stealing a loaf of bread. It is considered one of the most influential novels of the 19th century. It examines the nature of good, evil, and the law in a story that looks at the history of France, architecture of Paris, politics, moral philosophy, law, justice, religion, and the types and nature of romantic and familial love. Les Miserables contains a multitudes of plots. ഈ നോവലിൽ ലെസ് മിസറബിൾസ് എന്നതായ ഈ നോവലിൽ we can see a lot of plots. നമുക്കിതിൽ അനേകമായ ഇതിവൃത്തങ്ങളെ കാണാനായിട്ട് കഴിയുന്നു. ഈ കൃതിയിൽ അനേകമായ ഇതിവൃത്തങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ലെസ് മിസറബിൾസ് കണ്ടെയ്ൻസ് എ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് പ്ലോട്ട്സ്. ലെസ് മിസറബിൾസ് കണ്ടെയ്ൻസ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പ്ലോട്ട്സ്. ഈ നോവലിൽ അനേകമായ ഇതിവൃത്തങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ദ ത്രെഡ് ദാറ്റ് ബൈൻഡ്സ് ദം ടുഗദർ, എന്നാൽ ഈ അനേകമായ ഇതിവൃത്തങ്ങളെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ചേർത്ത് കെട്ടുന്നതായ ത്രെഡ്, നൂൽ എന്നുള്ളത് ഈസ് ദ സ്റ്റോറി ഓഫ് ദി എക്സ് കൺവിക്ട് ജാൻ വാൽജീൻ. ഈ പലവിധമായ അല്ലെങ്കിൽ പല പ്ലോട്ടുകളെ ഒരുമിച്ച് ചുറ്റി നിർത്തുന്ന, ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന നൂലായി നമുക്ക് കാണാൻ കഴിയുന്നത് ദ സ്റ്റോറി ഓഫ് ദി എക്സ് കൺവിക്ട് ജീൻ വാൽജീൻ, മുൻ കുറ്റവാളിയായ ജീൻ വാൽജീന്റെ കഥ തന്നെയാണ്. who becomes a force for good in the world. അദ്ദേഹം ആരായി മാറ്റപ്പെടുകയാണ്? എ ഫോഴ്സ് ഫോർ ഗുഡ് ഇൻ ദ വേൾഡ്. ലോകത്തിന്റെ നന്മയുടെ ഒരു ശക്തിയായിട്ട് ജീൻ വാൽജീൻ മാറുകയാണ്. പക്ഷേ അദ്ദേഹം ലോകത്തിന്റെ നന്മയുടെ ശക്തിയായി മാറുന്നെങ്കിലും ബട്ട് കനോട്ട് എസ്കേപ്പ് ഹിസ് പാസ്റ്റ്. തന്റെ പഴയ കാലത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. The novel is divided into 5 parts. ഈ നോവൽ മുഴുവനായി is divided into 5 parts. 5 ഭാഗങ്ങളായിട്ടാണ് ഈ നോവലിനെ തരംതിരിച്ചിരിക്കുന്നത്. Each part divided into books. ഓരോ ഭാഗങ്ങളും വ്യത്യസ്ത പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്നു. ആൻഡ് ഈച്ച് ബുക്ക്, ഓരോ പുസ്തകങ്ങളും ഡിവൈഡഡ് into chapters, പല അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നു. റണ്ണിങ് into more than 1000 pages. അങ്ങനെ എല്ലാം കൂടെ 1000-ലധികം പേജുകൾ ഉള്ളതായ ഒരു നോവൽ ആയിട്ടാണ് ലെസ് മിസറബിൾസിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. 1500-1500ഓളം പേജുകളുള്ള ഒരു പുസ്തകമായിട്ടാണ് ലെസ് മിസറബിൾസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലെസ് മിസറബിൾസ് കണ്ടെയ്ൻസ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പ്ലോട്ട്സ്, but the thread that binds them together is the story of the ex-convict Jean Valjean, who becomes a force for good in the world but cannot escape his past. The novel is divided into 5 parts, but each part divided into books, and each book divided into chapters, running into more than 1000 pages. നമുക്ക് സമ്മറി, കഥയുടെ സമ്മറി. After 19 years of imprisonment for stealing bread for his starving family, the person Jean Valjean is released on parole. എന്താണ്? After 19 years of imprisonment, 19 വർഷക്കാലത്തെ 19 വർഷക്കാലം ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം, എന്തിനാ ജയിലിൽ അടയ്ക്കപ്പെട്ടത്? ഫോർ സ്റ്റീലിംഗ് ബ്രെഡ് ഫോർ ഹിസ് സ്റ്റാർവിംഗ് ഫാമിലി. പട്ടിണി കിടക്കുന്ന തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു ബ്രെഡ് മോഷ്ടിച്ചു എന്നുള്ള കാരണത്താൽ 19 വർഷക്കാലം ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം ദ പെസന്റ് ജീൻ വാൽജീൻ, ഈ പെസന്റ് എന്ന കർഷകനായ ജീൻ വാൽജീൻ ഈസ് റിലീസ്ഡ് ഓൺ പരോൾ. അദ്ദേഹത്തെ പരോളിൽ റിലീസ് ചെയ്യുകയാണ്, അദ്ദേഹത്തെ വിടുകയാണ്, അദ്ദേഹത്തെ പുറത്ത് വിടുകയാണ്. However, എന്നിരുന്നാലും he is required to carry a yellow ticket. പക്ഷേ he is required, അദ്ദേഹത്തിന് നിർബന്ധമായും വഹിക്കേണ്ടതുണ്ടായിരുന്നു. എന്താണ്? യെല്ലോ ടിക്കറ്റ്. ഒരു യെല്ലോ ടിക്കറ്റ്, ഒരു മഞ്ഞ ടിക്കറ്റ് അദ്ദേഹം നിർബന്ധമായിട്ടും കൊണ്ട് നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. വിച്ച് മാർക്സ്, ആ യെല്ലോ ടിക്കറ്റ് മാർക്സ് ഹിം ആസ് എ കൺവിക്ട്. ആ യെല്ലോ ടിക്കറ്റ് താനൊരു കുറ്റവാളി എന്ന് രേഖപ്പെടുത്തുന്നതായിരുന്നു ആ യെല്ലോ ടിക്കറ്റ്.
ഒന്നുകൂടെ നോക്കാം. ആഫ്റ്റർ 19 years of imprisonment for stealing bread for his starving family. ആഫ്റ്റർ 19 years of imprisonment, ജയിലിൽ അടയ്ക്കപ്പെട്ട് 19 വർഷക്കാല ശേഷം എന്തിനാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്? സ്റ്റീലിംഗ് ബ്രെഡ് ഫോർ ഹിസ് സ്റ്റാർവിംഗ് ഫാമിലി. പട്ടിണി കിടക്കുന്ന തന്റെ കുടുംബത്തിന് വേണ്ടി ബ്രെഡ് മോഷ്ടിച്ചു എന്നുള്ള കാരണത്താൽ 19 വർഷക്കാലം ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം ദ പെസന്റ് ജീൻ വാൽജിൻ ഈസ് റിലീസ്ഡ് ഓൺ പരോള്. കർഷകനായ ജീൻ വാൽജിനെ പരോളിൽ വിട്ടയക്കുന്നു. ഹവർ പക്ഷേ ഹീസ് റിക്വയർഡ് ടു ക്യാരി എ യെല്ലോ ടിക്കറ്റ്. പക്ഷേ താന് ഒരു ഒരു മഞ്ഞ ടിക്കറ്റ് വഹിക്കേണ്ടതായി വരുന്നു. അതെന്താണ്? വിച്ച് മാർക്സ് ഹിം ആസ് എ കൺവിക്ട്. ആ യെല്ലോ ടിക്കറ്റ് താനൊരു കുറ്റവാളി എന്ന് കാണിക്കുന്നതായിരുന്നു. റിജക്റ്റഡ് ബൈ ഇൻ കീപ്പർ. അപ്പോ താന് ആ യെല്ലോ ടിക്കറ്റും കൊണ്ട് ഒരു എന്ന് വെച്ചാല് എന്താണ് സത്രം, ആളുകൾക്ക് താമസിക്കുന്നതിനുള്ള ചെറിയൊരു ഇടം. അപ്പൊ അങ്ങനെ ഒരു സത്രക്കാരനെ സമീപിച്ചപ്പോൾ ഹി റിജക്റ്റഡ് ഹിം. ആ സത്രക്കാരൻ ജീൻ വാൽജീൻ അവിടെ താമസിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. റിജക്റ്റഡ് ബൈ ഇൻകീപ്പർ ഹു ഡു നോട്ട് വാണ്ട് ടു ടേക്ക് ഇൻ എ കൺവിക്ട്. ആ ഇൻകീപ്പർ, സത്ര സൂക്ഷിപ്പുകാരൻ, ഒരു കുറ്റവാളി, ഒരു മുൻ കുറ്റവാളി തന്റെ സത്രത്തിൽ സൂക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. വാൽജീൻ സ്ലീപ്സ് ഓൺ ദ സ്ട്രീറ്റ്. കടക്കാൻ വേറെ ഇടമില്ലാത്തതിനാൽ വാൽജീൻ സ്ലീപ്സ് ഓൺ ദ സ്ട്രീറ്റ്. വാൽജീൻ എവിടെ കിടക്കുന്നു? തെരുവിൽ കിടക്കുന്നു. ഹവർ പക്ഷേ എന്നിരുന്നാലും ദ കൈൻഡ് ബിഷപ്പ്, ആ സമയത്ത് അവിടെ ഒരു ബിഷപ്പ് കടന്നു വരുന്നു. ദ കൈൻഡ് ബിഷപ്പ് മിറിയേൽ, MYRIEL, ബിഷപ്പ് എന്ന് പറഞ്ഞാൽ മെത്രാൻ. അപ്പൊ ഒരു മെത്രാനായ മിറിയേൽ, ഒരു കരുണയുള്ള മെത്രാനായ മിറിയേൽ ടേക്സ് ഹിം ഇൻ, അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് ഗീവ്സ് ഹിം ഷെൽട്ടർ, അദ്ദേഹത്തിന് താമസിക്കുവാനുള്ളതായ ഷെൽട്ടർ, ഇടം നൽകുന്നു. എന്നാൽ ഇൻ ദ നൈറ്റ്, പക്ഷെ ആ രാത്രി, he steals the bishop's silverware and runs. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ജീൻ വാൽജീൻ steals the bishop's silverware. ആ രാത്രിയിൽ ബിഷപ്പിന്റെ വെള്ളിപ്പാത്രങ്ങളെ ജീൻ വാൽജീൻ മോഷ്ടിക്കുന്നു. ആൻഡ് റൺസ്, എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഹി ഈസ് കോട്ട്, എന്നാൽ താൻ ഓടിപ്പോകുമ്പോൾ താൻ പിടിക്കപ്പെടുന്നു. ബട്ട് ദ ബിഷപ്പ്, എന്നാൽ ആ മെത്രാൻ റെസ്ക്യൂസ് ഹിം, തന്നെ രക്ഷിക്കുന്നു. എങ്ങനെയാണ്? ബൈ ക്ലെയിമിംഗ് ദാറ്റ് ദ സിൽവർ വാസ് എ ഗിഫ്റ്റ്. എന്ത് ക്ലെയിമിങ്? അവകാശപ്പെട്ടുകൊണ്ട്. എന്ത് അവകാശപ്പെട്ടുകൊണ്ട്? ദ സിൽവർ വാസ് എ ഗിഫ്റ്റ്. ഈ വെള്ളിപ്പാത്രങ്ങൾ ഞാൻ അവന് കൊടുത്ത ദാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീൻ വാൽജീനെ രക്ഷിക്കുന്നു. ദ ബിഷപ്പ് ദെൻ ടെൽസ് ഹിം, എന്നിട്ട് മെത്രാൻ അവനോട് പറയുകയാണ്, ഇൻ എക്സ്ചേഞ്ച്, ഇതിന് പകരമായി, ഹി മസ്റ്റ് ബിക്കം ആൻ ഓണസ്റ്റ് മാൻ, നീ ഒരു സത്യസന്ധനായ വ്യക്തിയായി തീരണമെന്ന് ഇതിന് പകരമായിട്ട് ഈ മെത്രാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. rejected by innkeeper who do not want to take him in a convict. Okay. After 19 years of imprisonment for stealing bread for his starving family, the peasant Jean Valjean is released on parole. However, he is required to carry a yellow ticket, which marks him as a convict. Rejected by innkeeper who do not want to take him in a convict, rejected by innkeeper who do not want to take in a convict, Valjean sleeps on the street. However, the kind Bishop Myriel takes him in and gives him shelter. In the night, he steals the bishop's silverware and runs. He is caught, but the bishop rescues him by claiming that the silver was a gift. The bishop then tells him that in exchange, he must become an honest man. Valjean, while on his way, comes across a young boy, Petit Gervais. Another character, Petit Gervais, PG. Petit and Gervais. Valjean, while on his way, അങ്ങനെ അവിടെ നിന്ന് ബിഷപ്പ് തന്നെ രക്ഷിച്ചു താൻ കടന്നു പോകുന്ന സമയത്ത് comes across a young boy, ഒരു കൊച്ചുകുട്ടിയെ കാണുന്നു. അത് കുട്ടിയുടെ പേര് Petit Gervais. Petit Gervais was playing with a few coins. ആ Petit Gervais എന്ത് ചെയ്യുകയായിരുന്നു? Playing with a few coins, കുറച്ച് നാണയങ്ങളുമായി കളിക്കുകയായിരുന്നു. A large coin rolls towards Valjean. അതിന്റെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വിലയേറിയ ഒരു നാണയം റോൾസ് ടുവേർഡ്സ് വാൽജീന്റെ അടുത്തേക്ക് ആ നാണയം ഉരുണ്ടു പോകുന്നു. ഹൂ പുട്ട്സ് ഹിസ് ഫൂട്ട് ഓൺ ഇറ്റ്, എന്നിട്ട് എന്ത് ചെയ്തു? പക്ഷെ വാൽജീൻ തന്റെ കാലെടുത്ത് ആ നാണയത്തിന്റെ പുറത്ത് വെക്കുന്നു. ആൻഡ് റിഫ്യൂസസ് ടു ഗീവ് ഇറ്റ് ബാക്ക് ടു ദ ബോയ്. ആ കാശ് തിരിച്ചു കൊടുക്കാൻ വാൽജീൻ വിസമ്മതിക്കുന്നു. ലേറ്റർ വാൽജീൻ റിഗ്രറ്റ്സ് ഹിസ് ആക്ഷൻ ആൻഡ് സെർച്ചസ് അൺസക്സസ്ഫുള്ളി ഫോർ ദ ബോയ്. ലേറ്റർ
കുറച്ച് കഴിഞ്ഞപ്പോൾ വാൽജീൻ റിഗ്രറ്റ്സ് ഹിസ് ആക്ഷൻ. വാൽജീന് തന്റെ പ്രവൃത്തിയെ ഓർത്ത് പശ്ചാത്താപമുണ്ടാകുന്നു. ആൻഡ് സെർച്ചസ് അൺസക്സസ്ഫുള്ളി ഫോർ ദ ബോയ്. ആ കുട്ടിക്ക് വേണ്ടി തിരയുന്നെങ്കിലും അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി തിരഞ്ഞെങ്കിലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. സക്സസ്ഫുള്ളി അൺസക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാല് സക്സസ് എന്ന് പറഞ്ഞാൽ വിജയിക്കുക, അൺസക്സസ്ഫുള്ളി പരാജയപ്പെടുക. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി തിരഞ്ഞെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഹി then disappears and his whereabouts are unknown. അദ്ദേഹം പിന്നത്തേതില് അപ്രത്യക്ഷമാവുകയും പിന്നെ തനിക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിയാനും കഴിയുന്നില്ല. വാൽജീൻ while on his way comes across a young boy, Petit Gervais. Petit Gervais was playing with a few coins. A large coin rolls towards Valjean, who puts his foot upon it and refuses to give it back to the boy. Later, Valjean regrets his action and searches unsuccessfully for the boy. He then disappears and his whereabouts are. ഇനി കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ സെന്റൻസ് ഓർ ടു. ഈ ക്വസ്റ്റ്യന്റെ ആൻസറുകൾ 1-2 വരികളിൽ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. Why did Jean Valjean feel robbed? എന്തുകൊണ്ടാണ് ജീൻ വാൽജീൻ താൻ കൊള്ളയടിക്കപ്പെട്ടു എന്ന് തനിക്ക് അനുഭവപ്പെട്ടത്? Why did എന്തുകൊണ്ടാണ് ജീൻ വാൽജീൻ feel robbed? എന്തുകൊണ്ടാണ് ജീൻ വാൽജീൻ താൻ കൊള്ളയടിക്കപ്പെട്ടു എന്ന് തോന്നിയത്? ജീൻ വാൽജീൻ felt robbed. ജീൻ വാൽജീൻ തനിക്ക് കൊള്ളയടിക്കപ്പെട്ടു എന്ന് തോന്നി because എന്താണ്? The money he had estimated from his earnings in prison was a lot less than he had calculated. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബിക്കോസ് എന്തുകൊണ്ടാണ് തനിക്ക് താൻ കൊള്ളയടിക്കപ്പെട്ടു എന്ന് തോന്നുന്നത്? The money he had estimated from his earnings in prison. ആ കാരാഗ്രഹത്തിലായിരുന്ന തന്റെ അധ്വാനത്തിൽ, ആ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ഉള്ള തന്റെ അധ്വാനത്തിൽ താൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ തുകയാണ് തനിക്ക് കണക്ക് കൂട്ടിയപ്പോൾ തനിക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നത്. എസ്റ്റിമേറ്റഡ്, താൻ കണക്ക് കൂട്ടിയതിലും പ്രിസൺ, ഏണിങ്സ് ഇൻ പ്രിസൺ, കാരാഗ്രഹത്തിൽ നിന്ന് തനിക്ക് ലഭിക്കുമെന്ന് താൻ കണക്ക് കൂട്ടിയതിനും കുറച്ച് പൈസയെ മാത്രമേ തനിക്ക് എന്ത് ലഭിച്ചുള്ളൂ? തന്റെ കരങ്ങളിലേക്ക് ലഭിച്ചുള്ളൂ. Because the money he had estimated from his earnings in prison was a lot less than he had calculated. താൻ പ്രിസണിൽ നിന്ന് തനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കുറച്ച് കാശ് മാത്രമേ തനിക്ക് കരങ്ങളിൽ ലഭിച്ചുള്ളൂ. അക്കോർഡിംഗ് ടു ഹിം, തന്റെ അഭിപ്രായത്തിൽ, ഹി വാസ് സപ്പോസ്ഡ് ടു ഹാവ് ഏൺഡ് 171 francs. തനിക്ക് 171 ഫ്രാങ്ക് ആണ് തന്റെ കാരാഗ്രഹത്തിൽ അധ്വാനത്തിന് ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ when he received, തനിക്ക് ലഭിച്ചപ്പോൾ, his money, it was only 109 francs and 15 sous. തനിക്ക് ആ കാശ് മടക്കി ലഭിച്ചപ്പോൾ അത് വെറും 109 ഫ്രാങ്ക് 15 സോസും മാത്രമായിരുന്നു എന്നാണ് ജീൻ വാൽജീൻ പറയുന്നത്. Why did Jean Valjean feel robbed? Jean Valjean felt robbed because the money he had estimated from his earnings in prison was a lot less than he had calculated. According to him, he was supposed to have earned 171 francs, but when he received the money, it was only 109 francs 15 sous. Next question. What is a yellow passport? എന്താണ് മഞ്ഞ പാസ്പോർട്ട് എന്നുള്ളത്? What is a yellow passport? Earlier in France, നേരത്തെ കാലങ്ങളിൽ, a passport was required to change cities. ഒരു പട്ടണങ്ങൾ, ഇന്ന് നമുക്ക് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോകാൻ പാസ്പോർട്ട് വേണം. എന്നാൽ ഫ്രാൻസിൽ മുൻകാലത്ത് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് പോകാൻ പോലും പാസ്പോർട്ട് ആവശ്യമായിരുന്നു. ഏർലിയർ ഇൻ ഫ്രാൻസിന്റെ മുൻകാലങ്ങളിൽ എ പാസ്പോർട്ട് വാസ് റിക്വയർഡ് ടു ചേഞ്ച് സിറ്റീസ്. പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് പോകാനായിട്ട് പാസ്പോർട്ട് ആവശ്യമായിരുന്നു. അത് ഏത് പാസ്പോർട്ട് ആയിരുന്നു? ഇന്റേണൽ പാസ്പോർട്ട്. ഒരു ഇന്റേണൽ പാസ്പോർട്ട്, അത് എന്താണ്, ആഭ്യന്തരമായ ഒരു പാസ്പോർട്ട് ആയിരുന്നു അതിന് ആവശ്യമായിരുന്നത്. എന്തായിരുന്നു? ഇറ്റ് വാസ് ആൻ ഐഡന്റിറ്റി ഡോക്യുമെന്റ്. നമ്മുടെ ഇന്നത്തെ ID കാർഡ് പോലെ അതൊരു ഒരു തിരിച്ചറിയൽ രേഖയായിരുന്നു. അപ്പോൾ ഇന്റേണൽ പാസ്പോർട്ട് വാസ് ആൻ ഐഡന്റിറ്റി ഡോക്യുമെന്റ്. ആഭ്യന്തരമായ പാസ്പോർട്ട് എന്നുള്ളത് ഒരു തിരിച്ചറിയൽ രേഖയായിരുന്നു. അത് ഉപയോഗിച്ചിരുന്നത് control and monitor internal movements and the residence of its people.
കൺട്രോൾ ആൻഡ് മോണിറ്റർ, നിയന്ത്രിക്കാനും മോണിറ്റർ നിരീക്ഷിക്കാനും എന്തിനെയാണ് ഇന്റേണൽ മൂവ്മെന്റ്സ് അകമേയുള്ളതായ നീക്കങ്ങളെയും റെസിഡൻസ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ അതിൽ താമസിക്കുന്ന ആളുകളെയും അകമേയുള്ള നീക്കങ്ങളെയും നിയന്ത്രിക്കാനും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇന്റേണൽ പാസ്പോർട്ട് ഉപയോഗിച്ചിരുന്നത്. അടുത്ത, a yellow passport was issued to former convicts who had served forced labor. എന്താണ് യെല്ലോ പാസ്പോർട്ട്, ഒരു മഞ്ഞ പാസ്പോർട്ട് വാസ് ഇഷ്യൂഡ് നൽകപ്പെട്ടിരുന്നു. ആർക്ക് നൽകപ്പെട്ടിരുന്നു? ഫോർമർ കൺവിക്ട്സ്, പഴയ കുറ്റവാളികൾക്കാണ് മഞ്ഞ പാസ്പോർട്ടുകൾ നൽകപ്പെട്ടിരുന്നത്. ഹു ഹാഡ് സെർവ്ഡ് ഫോഴ്സ് ലേബർ, അതായത് കഠിനമായ ജോലി, അതായത് ജയിലിൽ കഠിനമായ ജോലിയിൽ ഏർപ്പെട്ടിരുന്നതായ മുൻ കുറ്റവാളികൾക്കാണ് യെല്ലോ പാസ്പോർട്ട് നൽകിയിരുന്നത്. ഈവൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദർ സെന്റൻസ്, അവരുടെ കാലാവധി പൂർത്തിയാക്കിയ ശേഷവും അവർക്ക് യെല്ലോ പാസ്പോർട്ട് മാത്രമേ നൽകിയിരുന്നുള്ളൂ. വിച്ച് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഫൈൻഡ് വർക്ക്. അപ്പോൾ യെല്ലോ പാസ്പോർട്ട് ഉള്ള ഒരു വ്യക്തിക്ക് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഫൈൻഡ് വർക്ക്, ജോലി കണ്ടെത്തുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ ആരും അവർക്ക് ജോലി നൽകിയിരുന്നില്ല. അത് അവരുടെ ജീവിതം വളരെ കഷ്ടതയിലാക്കി. What is a yellow passport? Earlier in France, a passport was required to change cities. An internal passport was an identity document used to control and monitor internal movements and the residence of its people. A yellow passport was issued to former convicts who had served forced labor, even after completing their sentence, which made it difficult for them to find work. Another question. Why was ജീൻ വാൽജീൻസ് സ്ലീപ്പ് ഷോർട്ട്? എന്തുകൊണ്ടാണ് ജീൻ വാൽജീന്റെ ഉറക്കം വളരെ അല്പനേരം മാത്രമേ ജീൻ വാൽജീൻ ഉറങ്ങാൻ കഴിഞ്ഞുള്ളൂ? അതിന് കാരണം എന്താണ്? വൈ വാസ് എന്താണ് ജീൻ വാൽജീൻ സ്ലീപ്പ് ഷോർട്ട്? ജീൻ വാൽജീന്റെ ഉറക്കം അത് അല്പനേരത്തേക്ക് മാത്രം ആയത് എന്തുകൊണ്ടാണ്? Jean Valjean did not sleep for long as he found the bed too comfortable to sleep in. എന്താണ്? ജീൻ വാൽജീൻ did not sleep for long. ജീൻ വാൽജീൻ ഒത്തിരി നേരം ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. എന്താണ്? He found the bed too comfortable to sleep in. തന്റെ കിടക്ക തനിക്ക് ഉറങ്ങുന്നതിന് ഒരുപാട് സൗകര്യമാണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ തനിക്ക് നമുക്കൊരു വൈരുദ്ധ്യം പോലെ തോന്നാം. അതിന്റെ കാരണം പറയുന്നുണ്ട്. താൻ കിടക്കുന്ന കിടക്ക തനിക്ക് ഉറങ്ങാൻ ഒരുപാട് സൗകര്യം തരുന്നു എന്നുള്ള ചിന്തയാണ്, സൗകര്യം നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് ജീൻ വാൽജീന് അധിക നേരം ഉറങ്ങാൻ കഴിയാത്തത്. അതൊരു വൈരുദ്ധ്യമായി നമുക്ക് തോന്നാമെങ്കിലും അതിന്റെ കാരണം താഴെ പറയുന്നുണ്ട്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ്, എന്താണ് കാരണം? ഓൾമോസ്റ്റ് 20 years since he had lain in a bed. ഇത് ഏകദേശം 20 വർഷം കഴിഞ്ഞിരിക്കുന്നു താനൊരു ബെഡിൽ കിടന്നിട്ട്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 20 years since he had lain in a bed. താനൊരു കിടക്കയിൽ കിടന്നിട്ട് ഏകദേശം 20 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. He could not go back to sleep again once he had awoken. എന്താണ്? He could not go back to sleep again once he had awoken. താൻ എഴുന്നേറ്റ ശേഷം തനിക്ക് വീണ്ടും ഉറക്കത്തിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. And hence his sleep was short. അതുകൊണ്ടാണ് തന്റെ ഉറക്കം പെട്ടെന്ന് ആയിപ്പോയത്. പെട്ടെന്ന് തന്റെ ഉറക്കം അല്ലെങ്കിൽ ചുരുങ്ങി പോകാനുള്ള കാരണം അതാണ്. കാരണം എന്താണ്? 20 വർഷക്കാലത്തോളം താൻ നല്ലൊരു കിടക്കയിൽ കടന്നിട്ടില്ല. അപ്പൊ അത്രയും കാലം നല്ലൊരു അല്ലെങ്കിൽ അത്രയും കാലം നല്ലൊരു നല്ല കിടക്കയിലെ താന് കിടന്നിട്ടില്ല. അങ്ങനെ 20 വർഷക്കാലം കിടക്കയിൽ കിടക്കാത്ത ജീൻ വാൽജീൻ പെട്ടെന്ന് ഒരു ദിവസം കിടക്കയിൽ കടന്നപ്പോൾ തനിക്ക് അധിക നേരം ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. Why was Jean Valjean sleep short? Jean Valjean did not sleep for long as he found the bed too comfortable to sleep in. It was almost 20 years since he had lain in a bed. He could not go back to sleep again once he had awoken, and hence his sleep was short. Describe the bishop's room. ആ മെത്രാന്റെ റൂം എങ്ങനെയാണെന്ന് വിവരിക്കുക. നമുക്കറിയാം ഓരോ വ്യക്തികളുടെയും റൂം വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരു മെത്രാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പഠിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു മെത്രാൻ. ആളുകളുടെ കാര്യങ്ങളും ചിന്തകളിലും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മെത്രാൻ എന്നുള്ളത്. അപ്പൊ ആ മെത്രാൻ എന്ന അദ്ദേഹത്തിന്റെ റൂം നമുക്ക് അത് എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ കഥയിലുള്ളതായ മെത്രാന്റെ റൂം എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ദ ബിഷപ്സ് റൂം contained a table scattered with papers. എന്താണ്? the bishop's room. ഇവിടെ കഥയിലുള്ള അതായതുകൊണ്ട് the bishop's room. ബിഷപ്പ് എന്ന് പറയുന്നത് എന്താണ്?
നമ്മള് പുതുതായിട്ട് പറയുമ്പോൾ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ മുൻ കഥയിലുള്ളതായ ബിഷപ്പ് ആയതുകൊണ്ടാണ് ദ ബിഷപ്പ് എന്ന് പറയുന്നത്. ദ ബിഷപ്സ് റൂം, ആ മെത്രാന്റെ മുറി കണ്ടെയ്ൻ ഉൾപ്പെട്ടിരുന്നു എ ടേബിൾ, ഒരു മേശ ഉണ്ടായിരുന്നു, സ്കാറ്റേർഡ് വിത്ത് പേപ്പേഴ്സ്, ആ മേശയിൽ എന്തായിരുന്നു, പേപ്പറുകൾ അവിടെ ഇവിടെയും ചിതറി കിടന്നിരുന്നു. ഓപ്പൺ ഫോളിയോസ്, ഓപ്പൺ ഫോളിയോസ് എന്ന് വെച്ചാൽ രണ്ടായി മടക്കിയ കടലാസുകൾ പലതും ചിതറി കിടന്നിരുന്നു. അത് മാത്രമല്ല, എ സ്റ്റൂൾ, ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു, ഓൺ വിച്ച് ബുക്സ് വെയർ പൈൽഡ്, ആ സ്റ്റൂളിൽ എന്താണ്, ബുക്സ് വെയർ പൈൽഡ്, ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി, ഒരുപാട് പുസ്തകങ്ങൾ പൈൽഡ്, ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നു. നമ്മള് കപ്പലണ്ടിയൊക്കെ വിൽക്കാൻ വയ്ക്കുമ്പോൾ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ ഒരുപാട് പുസ്തകങ്ങൾ കൂട്ടി ഇട്ടിരുന്നു. ആൻഡ് ആം ചെയർ എന്താണ്, കൈപിടിയുള്ളതായ ഒരു കസേര, ഹീപ്ഡ് വിത്ത് ക്ലോത്തിങ്, അതിലും എന്താണ്, തുണികൾ കൊണ്ട് അതും തുണി ഇങ്ങനെ കൂട്ടി ഇട്ടിരുന്നു. ആൻഡ് ഇതെല്ലാം ഇതിനൊക്കെ കൂടാതെ ഈ നീലർ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. അതിൽ മുട്ടുകുത്തിയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനുള്ളതായ ഒരു ഉപകരണവും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയുമാണ് ആ മെത്രാന്റെ റൂമിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, ദർ വാസ് ഓൾസോ എ ബെഡ് ഇൻ വിച്ച് ദ ബിഷപ്പ് സ്ലെപ്റ്റ്. ദർ വാസ് ഓൾസോ എ ബെഡ്, അവിടെ ഒരു ബെഡ് ഉണ്ടായിരുന്നു. ഇൻ വിച്ച് ദ ബിഷപ്പ് സ്ലെപ്റ്റ്, അവിടെ ആണ് ബിഷപ്പ് ഉറങ്ങിയിരുന്നത്, മെത്രാൻ ഉറങ്ങിയിരുന്നത്. ആൻഡ് എ കബോർഡ് കണ്ടെയ്നിങ് സിൽവർ വെയർ, അതോടൊപ്പം തന്നെ അവിടെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു. നമ്മുടെ വീടുകളിലുള്ളതുപോലെ കബോർഡ് ഉണ്ടായിരുന്നു. കബോർഡിലാണ് സിൽവർ വെയർ, അതായത് വെള്ളി പാത്രങ്ങൾ ഉണ്ടായിരുന്നത്. Describe the bishop's room. The bishop's room contained a table scattered with papers, open folios, a stool on which books were piled, an armchair heaped with clothing, and a kneeler. There was also a bed in which the bishop slept, and a cupboard containing silverware. Why is Madam Magloire worried about the stolen silverware? ഇവിടെ എന്താണ്, വൈ ഈസ് മാഡം മെഗ്ലോയർ എന്ന ഈ സ്ത്രീ വറീഡ് അബൌട്ട് ദ സ്റ്റോളൻ സിൽവർ വെയർ, ആ വെള്ളിപ്പാത്രങ്ങൾ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട വെള്ളിപ്പാത്രങ്ങളെ ഓർത്ത് മാഡം മെഗ്ലോയർ വളരെ ഭയപ്പെടുന്നു. എന്താണ് അതിന്റെ കാരണം? മാഡം മെഗ്ലോയർ വാസ് വറീഡ് അബൌട്ട് ദ സ്റ്റോളൻ സിൽവർ വെയർ ബിക്കോസ്, എന്തുകൊണ്ടാണ് അവര് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടതായ ആ വെള്ളിപ്പാത്രങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നത്? ബിക്കോസ്, കാരണം ഇറ്റ് മെൻ ദാറ്റ്, അത് അർത്ഥമാക്കുന്നത് ദ ബിഷപ്പ് ഹാഡ് നോ കട്ട്ലറി. എന്താണ്, ബിഷപ്പ് മെത്രാന് ഇനി എന്തില്ല, നോ കട്ട്ലറി എന്ന് വെച്ചാൽ സ്പൂൺ മുതലായവ, നമുക്ക് വിദേശികൾ ഭക്ഷണം കഴിക്കുന്നതിന് നൈഫ്, ഫോർക്ക്, അപ്പം അതുപോലുള്ളതായ ഉപകരണങ്ങൾ എന്താണ്, അതിനാണ് കട്ട്ലറി എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുന്നത്, ഹാഡ് നോ കട്ട്ലറി വിത്ത് വിച്ച് ടു ഈറ്റ് ഹിസ് മീൽസ്, തനിക്ക് തന്റെ ആഹാരം കഴിക്കുന്നതിനായിട്ട് തനിക്ക് കഴിക്കാനുള്ള ഉപകരണങ്ങൾ ഇനി യാതൊന്നും തന്നെ ഇല്ല. പിന്നെ കഴിക്കുന്നതിനുള്ള ഉപകരണം മെയ്ഡ് ഓഫ് പ്യൂട്ടർ, അത് എന്താണ്, വെള്ളോട് കൊണ്ടുള്ളതായ കട്ട്ലറി മെയ്ഡ് ഓഫ് പ്യൂട്ടർ, വെള്ളോട് കൊണ്ടുള്ളതായ ഉപകരണങ്ങളുണ്ട്. ബട്ട് ഹാഡ് എ സ്മെൽ, അതിന് ചെറിയൊരു സ്മെല്ലുണ്ട്, ചെറിയൊരു വാടയുണ്ട്. പക്ഷെ അതോടൊപ്പം ദാറ്റ് ഓഫ് ടിൻ, പീറ്റർ ഹാഡ് എ സ്മെൽ ആൻഡ് ദാറ്റ് ഓഫ് ടിൻ ലെഫ്റ്റ് എ ടേസ്റ്റ് ഇൻ ദ മൗത്ത്. അത് മാത്രമല്ല, തകരത്തിന്റെ ഒരു രുചിയും അത് ബാക്കി നൽകിയിരുന്നു. അവൻ ബിഷപ്പിന് കഴിക്കാൻ നല്ല പാത്രങ്ങളില്ല, അതുകൊണ്ടാണ് അവര് പ്രധാനമായിട്ടും ദുഃഖിച്ചത്. അതുകൊണ്ടാണ് അവര് സിൽവർ വെയർ, വെള്ളിപ്പാത്രങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് ദുഃഖിച്ചത്. മാഡം മെഗ്ലോയർ വാസ് വറീഡ് അബൌട്ട് ദ സ്റ്റോളൻ സിൽവർ വെയർ. മാഡം മെഗ്ലോയർ സ്റ്റോളൻ സിൽവർ വെയറിനെ കുറിച്ച് ദുഃഖിക്കുന്നത് ബിക്കോസ്, കാരണം ഇറ്റ് മെൻ ദാറ്റ്, അത് അർത്ഥമാക്കുന്നത് ദ ബിഷപ്പ് ഹാഡ് നോ കട്ട്ലറി വിത്ത് വിച്ച് ടു ഈറ്റ് ഹിസ് മീൽസ്, മെത്രാന് കഴിക്കുന്നതിന് വേണ്ടി ഇനി ഉപകരണങ്ങളൊന്നും ഇല്ല. പിന്നെ കട്ട്ലറി മെയ്ഡ് ഓഫ് പ്യൂട്ടർ, വെള്ളോടുകൊണ്ടുള്ളതായ ഉപകരണങ്ങളുണ്ട്. ഇറ്റ് ഹാഡ് എ സ്മെൽ, അതിലൊരു വാടയുണ്ട്. ദാറ്റ് ഓഫ് ടിൻ ലെഫ്റ്റ് എ ടേസ്റ്റ് ഇൻ ദ മൗത്ത്, തകരത്തിൻ്റെതായ ഒരു രുചിയും അത് വായിൽ നൽകുന്നു. അപ്പൊ നല്ലൊരു അദ്ദേഹത്തിന് കഴിക്കുന്നതിന് വെള്ളിപ്പാത്രം തന്നെ വേണമായിരുന്നു, പക്ഷെ അതിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മാഡം മെഗ്ലോയർ വിഷമിക്കുന്നത്. Why is Madam Magloire worried about the stolen silverware? Madam Magloire was worried about the stolen silverware because it meant that the bishop had no cutlery with which to eat his meals. Cutlery made of pewter had a smell, and that of tin left a taste in the. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. How does Jean Valjean encounter the bishop just before the death?
ഹൗ ഡസ് എങ്ങനെയാണ് ജീൻ വാൽജീൻ എൻകൗണ്ടർ എന്ന് വെച്ചാൽ ഏറ്റുമുട്ടൽ എന്നൊക്കെയാണ്, കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഹൗ ഡസ് എങ്ങനെയാണ് ജീൻ വാൽജീൻ എൻകൗണ്ടർ, എങ്ങനെയാണ് ജീൻ വാൽജീൻ കണ്ടുമുട്ടിയത് ആരെയാണ്? ദ ബിഷപ്പ് ജസ്റ്റ് ബിഫോർ ദ തെഫ്റ്റ്, മോഷണത്തിന് മുന്നമേ മോഷണത്തിന് മുന്നമേ മെത്രാനെ എങ്ങനെയാണ് ജീൻ വാൽജീൻ കണ്ടത്, അല്ലെങ്കിൽ ജീൻ വാൽജീൻ ഏത് രീതിയിലാണ് ബിഷപ്പിനെ കണ്ടത് എന്നുള്ളതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ളത്. ജീൻ വാൽജീൻ enters the bishop's room to steal the silverware. അപ്പോ ജീൻ വാൽജീൻ enters the bishop's room. ജീൻ വാൽജീൻ എന്ത് ചെയ്യുകയാണ്? enters the bishop's room, ബിഷപ്പിന്റെ മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ടു സ്റ്റീൽ ദ സിൽവർവെയർ, എന്തിനാണ് പ്രവേശിക്കുന്നത്? ആ വെള്ളി പാത്രങ്ങൾ മോഷ്ടിക്കുന്നതിനായിട്ട് ബിഷപ്പിന്റെ റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. He steals into the room and finds the bishop fast asleep. He steals into the room. അദ്ദേഹം മുറിയിലേക്ക് ഒളിച്ചു കിടക്കുകയും and he finds the bishop fast asleep. എന്നിട്ട് എന്ത് കാണുകയും ചെയ്യുന്നു? ബിഷപ്പ് വളരെ ഉറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ബിഷപ്പ് നല്ല ഉറക്കത്തിൽ ആയിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു. When he reaches the foot of the bishop's bed, ആ ബിഷപ്പിന്റെ കിടക്കയുടെ കാൽഭാഗത്ത്, അല്ലെങ്കിൽ ബിഷപ്പ് കാൽ വെച്ചിരിക്കുന്നതായ ആ ഭാഗത്തേക്ക് അദ്ദേഹം എത്തപ്പെട്ടപ്പോൾ the moon shines on his profile. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മെത്രാന്റെ മുഖം പ്രകാശപൂർണിതമായിരിക്കുന്നതായിട്ടാണ് താൻ കാണുന്നത്. ദ മൂൺ ഷൈൻസ് ഓൺ ഹിസ് പ്രൊഫൈൽ, തന്റെ മുഖം പ്രകാശിതമായിരിക്കുന്നതായിട്ട് ഒരു ഫ്രേസ്. ദ മൂൺ ഷൈൻസ് ഓൺ ഹിസ് പ്രൊഫൈൽ, തന്റെ മുഖം ആയിരിക്കുന്നതായിട്ടാണ് താൻ കാണുന്നത്. ദ ബിഷപ്പ് ലേസ് ഫുള്ളി ക്ലോത്ത് as it was a cold night. എന്താണ്? as it was a cold night, തണുപ്പുള്ള ഒരു രാത്രി ആയിരുന്നതിനാൽ the bishop lay fully clothed. ബിഷപ്പ് എങ്ങനെ കിടക്കുന്നത്? തന്റെ ശരീരം മുഴുവൻ വസ്ത്രങ്ങളാൽ പുതയ്ക്കപ്പെട്ടവനായിട്ടാണ് ബിഷപ്പ് കിടക്കുന്നത്. His head rested on the pillow, തന്റെ തല പില്ലോയിൽ, ആ കിടക്കയിൽ വിശ്രമിക്കുന്നു. ആൻഡ് ഹിസ് ഹാൻഡ് ഡാങ്കിൾഡ് ഓവർ ദ സൈഡ് ഓഫ് ദ ബെഡ്, തന്റെ കൈകൾ എന്താണ്? കട്ടിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നു, കട്ടിൽ നിന്ന് മാറിക്കിടക്കുന്നു. ഹിസ് ഫേസ് വാസ് ലിറ്റ് അപ്പ് ആൻഡ് വിത്ത് ആൻ എക്സ്പ്രഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, തന്റെ മുഖം പ്രകാശിതമായിരിക്കുകയാണ്. എങ്ങനെയാണ്? എക്സ്പ്രഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി പ്രകടമാക്കുന്ന രീതിയിൽ തന്റെ ഹിസ് ഫേസ്, തന്റെ മുഖം സംതൃപ്തി കൊണ്ട് എന്താണ്? സംതൃപ്തി പ്രകടമാകുന്ന രീതിയിൽ തന്റെ മുഖം പ്രകാശിതമായിരിക്കുന്നു. ഹോപ്പ് ആൻഡ് ബ്ലിസ്, പ്രതീക്ഷയും നന്മയും, ആൾമോസ്റ്റ് എ റേഡിയൻസ് എന്നാണ്, അതെല്ലാം തന്റെ മുഖത്തെ പ്രകാശിതമാക്കുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് as if the bishop had something divine about him as he slept. എന്താണ്? ഇറ്റ് വാസ് ഓൾമോസ്റ്റ്, ഇത് എങ്ങനെ കാണപ്പെടുന്നു? The bishop had something divine, ഈ മെത്രാൻ had something divine, എന്തോ ദൈവികമായുള്ള ഒന്ന് തന്നിൽ അനുഭവപ്പെടുന്നത് പോലെയാണ് ഈ തന്റെ മുഖത്തിൽ കാണാൻ കഴിയുന്നത്. തന്റെ ഉറക്കത്തിൽ ദൈവികമായുള്ള എന്തോ ഒന്നിൽ താൻ ആയിരിക്കുന്നു എന്നുള്ളതാണ് തന്റെ മുഖത്തെ നോക്കുമ്പോൾ ജീൻ വാൽജീന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ജീൻ വാൽജീൻ ലുക്ക്ഡ് അറ്റ് ഹിം ഫോർ എ ഷോർട്ട് ടൈം. ജീൻ വാൽജീൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അല്പസമയം നോക്കുന്നു. ബിഫോർ ഗോയിങ് എഹെഡ് ആൻഡ് സ്റ്റീലിംഗ് ദ സിൽവർ ഫ്രം ദ കബോർഡ്, കടന്നുപോയി കബോർഡിൽ നിന്ന് വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിക്കുന്നതിന് മുന്നമേ അല്പസമയത്തേക്ക് മെത്രാന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നിട്ടാണ് അദ്ദേഹം പോയി മോഷ്ടിക്കുന്നത്. ജീൻ വാൽജീൻ enters the bishop's room to steal the silverware. He steals into the room and finds the bishop fast asleep. When he reaches the foot of the bishop's bed, the moon shines on his profile. The bishop lay fully clothed as it was a cold night. His head rested on the pillow and his hand dangled over the side of the bed. His face was lit up and with an expression of satisfaction, hope and bliss. Almost a radiance. It was almost as if the bishop had something divine about him as he slept. Jean Valjean looked at him for a short time before going ahead and stealing the silver from the cupboard. Jean Valjean enters the bishop's room to steal the silverware. Jean Valjean ബിഷപ്പിന്റെ റൂമിലേക്ക് വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിക്കാനായി കടന്നു ചെല്ലുന്നു. He steals into the room and finds the bishop fast asleep. താന് ആ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിഷപ്പ്
വലിയ ബിഷപ്പ് നിദ്രയിലാണ്ടിരിക്കുന്നതായിട്ടാണ് താൻ കാണുന്നത്. When he reaches the foot of the bishop's bed, മെത്രാന്റെ ബെഡിന്റെ കാലിൽ അല്ലെങ്കിൽ മെത്രാന്റെ ബെഡിന്റെ കാൽക്കീഴിൽ എത്തപ്പെടുമ്പോൾ the moon shines on his prophet, തന്റെ മുഖം പ്രകാശിതമായിരിക്കുന്നത് കാണാൻ കഴിയുന്നു. The bishop lay fully clothed, that is, it was a cold night, തണുപ്പുള്ള ഒരു രാത്രിയായിരുന്നതിനാൽ ബിഷപ്പ് വസ്ത്രങ്ങളെല്ലാം ധരിച്ചാണ് കിടന്നുറങ്ങുന്നത്. His head rested on the pillow, തന്റെ തല കിടക്കയിൽ തലയിണയിൽ വിശ്രമിക്കുന്നു. And his hand dangled over the side of the bed, തന്റെ കൈ എന്താ ചെയ്യുന്നത്, കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് on the side of the ബെഡ്, ബെഡിന്റെ സൈഡുകളിൽ തന്റെ കൈകൾ തൂങ്ങി കിടക്കുകയാണ്. ഒരുപക്ഷെ അത്രയും ചെറിയ ബെഡ് ആയത് കൊണ്ടായിരിക്കാം. His face was lit up with an expression of satisfaction, എന്നാൽ തന്റെ മുഖം എങ്ങനെയാണ്, വാസ് ലിറ്റ് അപ്പ്, അത് പ്രകാശിതമായിരിക്കുന്നു. എങ്ങനെയാണ് അത് പ്രകാശിതമായിരിക്കുന്നത്? എക്സ്പ്രഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുടെയും ഹോപ്പ് പ്രതീക്ഷയുടെയും ബ്ലിസ് അനുഗ്രഹത്തിന്റെയും പ്രകടനം എന്നുള്ള രീതിയിൽ തന്റെ മുഖം പ്രകാശിതമായിരിക്കുന്നു. ഓൾമോസ്റ്റ് എ റേഡിയൻസ്, ഒരു പ്രകാശം തന്നെ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പ്രകാശം തന്നെ തന്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് as if the bishop had something divine about him as he slept. എന്താണ് ഇത്, എങ്ങനെയാണ് തോന്നപ്പെടുന്നത്? ഓൾമോസ്റ്റ് as if the bishop had something divine about him as he slept. താൻ ഉറങ്ങിയപ്പോൾ ദൈവികമായ എന്തോ ഒന്ന് തന്നിൽ സംഭവിക്കുന്നു എന്നുള്ളത് പോലെയാണ് തന്റെ മുഖം കാണപ്പെട്ടത്. ജീൻ വാൾജീൻ ലുക്ക്ഡ് അറ്റ് ഹിം ഫോർ എ ഷോർട്ട് ടൈം, അല്പ സമയത്തേക്ക് ജീൻ വാൾജീൻ അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് for some time, for short time, before going ahead and stealing the silverware from the cupboard, എന്നിട്ട് തന്നെ മുമ്പോട്ട് പോയി വെള്ളി പാത്രങ്ങളെയൊക്കെ കബോർഡിൽ നിന്ന് മോഷ്ടിക്കുന്നു. What does the bishop tell the gendarmerie when they bring in Jean Valjean? What does the bishop tell the gendarmerie? ഈ മെത്രാൻ ജെൻഡർമാരി എന്ന് പറയുന്നത് പോലീസാണ്, ഫ്രഞ്ച് പോലീസിനെയാണ് പറയുന്നത്. വാട്ട് ഡസ് ദ ബിഷപ്പ് ടെൽ ദ ജെൻഡർമാരി? ആ ഫ്രഞ്ച് പോലീസിനോട് മെത്രാൻ എന്താണ് പറഞ്ഞത്? വെൻ ദേ ബ്രിങ് ഇൻ ജീൻ വാൾജീനെ കൊണ്ടുവന്നപ്പോൾ ആ ഫ്രഞ്ച് പോലീസിനോട് എന്താണ് മെത്രാൻ പറഞ്ഞത്? The gendarmerie brought Jean Valjean to the bishop's house with the intention of putting him back in prison. എന്താണ് the gendarmerie? ഈ പോലീസുകാരൻ, ഫ്രഞ്ച് പോലീസുകാരൻ brought Jean Valjean to the bishop's house. ജീൻ വാൾജീനെ ആ മെത്രാന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്തിനാണ്? with the intention of എന്ത് ചെയ്യുന്നതിനുള്ള പ്രേരണയോടുകൂടിയാണ് അദ്ദേഹം വരുന്നത്? ഇന്റൻഷൻ ഓഫ് പ്രേരണ, എന്ത് ചെയ്യുന്നതിനുള്ള പ്രേരണയോടുകൂടിയാണ്? പുട്ടിങ് ഹിം ബാക്ക് ഇൻ പ്രിസൺ, ജീൻ വാൾജീനെ വീണ്ടും ജയിലിൽ അടയ്ക്കണം എന്നുള്ളതായ ആ കാരണത്താൽ, അല്ലെങ്കിൽ എന്നുള്ള ഉദ്ദേശം, ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശമാണ്, എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അവനെ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ്? ഹാവിംഗ് ഫൗണ്ട് ദ സ്റ്റോളൻ സിൽവർ ഓൺ ഹിം, എന്തുകൊണ്ടാണ്? മോഷ്ടിക്കപ്പെട്ടതായ വെള്ളി പാത്രങ്ങൾ അവനിൽ കണ്ടെത്തി എന്നുള്ള കാരണത്താൽ വീണ്ടും ജീൻ വാൾജീനെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫ്രഞ്ച് പോലീസ് അദ്ദേഹത്തെ ഈ മെത്രാന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. ജെൻഡർമാരി brought Jean Valjean to the bishop's house. ആ ജെൻഡർമാരി ജീൻ വാൾജീനെ ആ മെത്രാന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വിത്ത് ദ ഇന്റൻഷൻ ഓഫ് പുട്ടിങ് ഹിം ബാക്ക് ഇൻ പ്രിസൺ. എങ്ങനെയുള്ള എന്തുദ്ദേശത്തോടു കൂടിയാണ്? പുട്ടിങ് ഹിം ബാക്ക് ഇൻ പ്രിസൺ, വീണ്ടും തന്നെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ്? ഹാവിംഗ് ഫൗണ്ട് ദ സ്റ്റോളൻ സിൽവർ ഓൺ ഹിം, അങ്ങനെ കാരണം ആ നഷ്ടപ്പെട്ടു പോയതായ ആ വെള്ളി പാത്രങ്ങൾ തന്നെ, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടതായ വെള്ളി പാത്രങ്ങൾ ജീൻ വാൾജീനിൽ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ദ ബിഷപ്പ് ടെൽസ് ദ ജെൻഡർമാരി, എന്നാൽ ആ മെത്രാൻ ആ പോലീസിനോട് പറയുകയാണ്, ഹി ഹാഡ് ഇൻ ഫാക്ട്, സത്യത്തിൽ ഗിവൺ ദ സിൽവർ ടു ജീൻ വാൾജീൻ, സത്യത്തിൽ താൻ തന്നെയാണ് ആ വെള്ളി പാത്രങ്ങൾ ജീൻ വാൾജീന് കൊടുത്തതെന്ന് ആ മെത്രാൻ പറയുകയാണ്. ഹി ദെൻ ആസ്ക്സ്, എന്നിട്ട് താൻ വാൾജീനോട് ചോദിക്കുകയാണ്, വൈ ഹി ഹാഡ് ഫോർഗോട്ടൺ ദ സിൽവർ കാൻഡിൽ സ്റ്റിക്സ്, നീ എന്തുകൊണ്ടാണ് ഈ വെള്ളി മെഴുകുകാലുകൾ മറന്നുപോയത്? ആൻഡ് ഗീവ് ദം ടു ദ അസ്റ്റോണിഷ്ഡ് മാൻ, എന്നിട്ട് ഇങ്ങനെ ഈ ബിഷപ്പ് ഇങ്ങനെ പറയുന്നത് കണ്ട് ആശ്ചര്യം കൂടി നിൽക്കുന്നതായ ആ മനുഷ്യൻ എന്തുകൂടെ കൊടുക്കുകയാണ്? തന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നതായ ആ വെള്ളി മെഴുക് തിരികാല് കൂടെ എന്ത് ചെയ്യുകയാണ്? ഈ മെത്രാൻ കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ എന്താണ് പറയുന്നത്?
Having okay, but the bishop tells the gendarmerie. എന്നാൽ ആ മെത്രാൻ ജെൻഡർമാരിയോട് പറയുകയാണ് he had in fact given the silver to Jean Valjean. താൻ തന്നെയാണ് ആ വെള്ളിപ്പാത്രങ്ങൾ ജീൻ വാൽജീന് കൊടുത്തത്. He then asks Valjean, താൻ എന്നിട്ട് വാൽജീനോട് ചോദിക്കുകയാണ് why he had forgotten the silver candlesticks. നീ എന്തുകൊണ്ടാണ് ആ വെള്ളി എന്താണ് candlesticks എന്താണ് വെള്ളി മെഴുക് പാത്രങ്ങൾ നീ എന്തുകൊണ്ടാണ് മറന്നു പോയതെന്ന് താന് ഈ മെത്രാൻ അസ്റ്റോണിഷ്ഡ് ഇതെല്ലാം കണ്ട് അത്ഭുതം കൂറി നിൽക്കുന്ന വ്യക്തിയോട്, അതായത് ജീൻ വാൽജീനോട് ചോദിക്കുകയാണ്. The bishop confirms Valjean's story. The bishop confirms Valjean's story. വാൽജീന്റെ കഥയെ ഈ മെത്രാൻ എന്ത് ചെയ്യുകയാണ്? മെത്രാൻ സ്ഥിരീകരിക്കുകയാണ്. That the silver in his possession had been given to him by old priest in whose house he spent the night. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ വാൽജീൻ പോലീസ് പിടിച്ചപ്പോൾ പോലീസിനോട് പറഞ്ഞ കഥ എന്തോന്നാണ്? ദ സിൽവർ ഇൻ ഹിസ് പൊസഷൻ, എന്റെ കയ്യിലുള്ളതായ ഈ വെള്ളിപ്പാത്രങ്ങൾ ഹാഡ് ബീൻ ഗിവൻ ടു ഹിം ബൈ ആൻ ഓൾഡ് പ്രീസ്റ്റ്. എനിക്കൊരു വയസ്സായ ഒരു പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ, വയസ്സായൊരു പുരോഹിതൻ എനിക്ക് തന്നതാണെന്നാണ് വാൽജീൻ ആ പോലീസിനോട് പറയുന്നത്. ഇൻ ഹൂസ് ഹൗസ് ഹി സ്പെൻഡ് ദ നൈറ്റ്. ആരുടെ വീട്ടിലാണോ താൻ തന്റെ ആ രാത്രി ചിലവഴിച്ചത്, ആ വീട്ടിലെ പുരോഹിതൻ തനിക്കിത് നൽകിയതാണെന്നാണ് പോലീസിനോട് പറയുന്നത്. അത് ആ മെത്രാൻ അവിടെ സ്ഥിരീകരിക്കുകയാണ്. When the gendarmerie asked the bishop if they can let Valjean go, ആ സമയത്ത് ആ പോലീസ് മെത്രാനോട് വാൽജീനെ പോകാൻ അനുവദിക്കട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹി റിപ്ലൈസ് ഇൻ അഫർമേറ്റീവ്, താൻ അത് സ്ഥിരീകരിക്കുന്നു, അതിനെ സ്ഥിരീകരിച്ചു, നീ അവനെ വിട്ടുകൊള്ളുക എന്ന് അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ അതിനുള്ള അനുവാദവും കൊടുക്കുന്നു. അഫർമേറ്റീവ് എന്ന് വെച്ചാൽ സ്ഥിരീകരിക്കുന്നു എന്നുള്ള വാക്കാണ്. What does the bishop tell the gendarmerie when they bring in Jean Valjean? The gendarmerie brought Jean Valjean to the bishop's house with the intention of putting him back in prison, having found the stolen silver on him. But the bishop tells the gendarmerie that he had in fact given the silver to Jean Valjean. He then asks Valjean why he had forgotten the silver candlesticks and gives them to the astonished man. The bishop confirms Valjean's story that the silver in his possession had been given to him by an old priest in whose house he spent the night. When the gendarmerie asks the bishop if they can let Valjean go, he replies in the affirmative. Next question. Valjean's treatment of Petit Gervais. ഇവിടെ അടുത്തൊരു കഥാപാത്രം കടന്നു വരികയാണ്. ഒരു കുട്ടിയാണ്, അവന്റെ പേര് പെറ്റിറ്റ് ഗെർവായ്സ്. കുട്ടിയുടെ പേരെന്താണ്? പെറ്റിറ്റ് ഗെർവായ്സ്. Valjean's treatment of പെറ്റിറ്റ് ഗെർവായ്സ്. പെറ്റിറ്റ് ഗെർവായ്സിനെ എങ്ങനെയാണ് വാൽജീൻസ് ട്രീറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് വാൽജീൻസ് പെറ്റിറ്റ് ഗെർവായ്സുമായിട്ട് ഇടപഴകുന്നത്? Petit Gervais and Jean Valjean met while the man was going through the countryside instead of the city. ഇവിടെ നോക്കുക, ഇവിടെ ജീൻ വാൽജീൻ ഇൻസ്റ്റെഡ് ഓഫ് ദ സിറ്റി, പട്ടണത്തിലൂടെ പോകുന്നതിന് പകരം താൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്, ഗ്രാമവഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ പട്ടണത്തിലൂടെ പൊക്കഴിഞ്ഞാല് ആൾക്കാർ കണ്ട് തന്നെ എന്തെങ്കിലും പറയുമെന്നുള്ള കാരണം കൊണ്ടായിരിക്കാം. എന്തായാലും ജീൻ വാൽജീൻ ഗ്രാമങ്ങളിലൂടെ പോകാതെ പട്ടണങ്ങളിലൂടെ പോകാതെ ഗ്രാമവഴികളിലൂടെ ജീൻ വാൽജീൻ സഞ്ചരിക്കുകയാണ്. അപ്പം ഈ ജീൻ വാൽജീൻ ഒരു കുട്ടിയുമായി കണ്ടുമുട്ടുകയാണ്. കുട്ടിയുടെ പേര് പെറ്റിറ്റ് ഗെർവായ്സ്. കുട്ടിയുടെ പേര് പെറ്റിറ്റ് ഗെർവായ്സ്. PETITGERVAIS. Petit Gervais. Petit Gervais and Jean Valjean met while the man was going through the countryside instead of the city. Petit Gervais and Jean Valjean met. രണ്ടുപേര് കണ്ടുമുട്ടുകയാണ്. എപ്പോഴാണ്? The man was going through the countryside. ആ മനുഷ്യൻ ഗ്രാമത്തിലൂടെ പോകുന്നതായ സമയത്ത്. ഇൻസ്റ്റെഡ് ഓഫ് ദ സിറ്റി, പട്ടണത്തിൽ പ്രവേശിക്കാതെ ഗ്രാമത്തിലൂടെ പോകുന്നതായ സമയത്ത് ഈ പെറ്റിറ്റ് ഗെർവായ്സ് ജീൻ വാൽജീൻ പെറ്റിറ്റ് ഗെർവായ്സുമായി കാണുകയാണ്. The child was playing with a few coins. ഈ കുട്ടി കുറച്ച് നാണയങ്ങളുമായിട്ട് കളിക്കുകയാണ്. He had in his hand, തന്റെ കരങ്ങളിലുള്ള കുറച്ച് നാണയങ്ങളുമായിട്ട് ആ കുട്ടി കളിക്കുകയാണ്. ഇൻക്ലൂഡിങ് എ 40 സൗ കോയിൻ. തന്റെ കരങ്ങളിൽ കുറച്ച് കോയിനുകളുണ്ട്, കുറച്ച് നാണയങ്ങളുണ്ട്. അതിൽ
ഒരു 40 സൗ കോയിൻ, 40 സൗ, 40 സൗ എന്നതായ ഒരു കോയിനും ഉണ്ട്. അപ്പൊ തന്റെ കയ്യിലുള്ള അനേക കോയിനുകളിൽ ഒരു കോയിന് 40 സൗ. അപ്പൊ തന്റെ കരങ്ങളിലുള്ള മറ്റു കോയിനുകളെക്കാൾ അല്പ വിലപിടിപ്പുള്ളതാണ് അല്ലെങ്കിൽ തന്റെ കരങ്ങളിലുള്ള മറ്റ് നാണയങ്ങളിൽ വിലയേറിയ ഒരു നാണയമായിരുന്നു ഈ 40 സൗവിന്റെ ഒരു നാണയം. While he was playing, താൻ കളിക്കുന്ന സമയത്ത് the child dropped the large coin. കുട്ടി അറിയാതെ തന്റെ കരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ ആ 40 കോയിൻ, 40 സൗവിന്റെ കോയിൻ താഴെ വീഴുന്നു. ആൻഡ് ഇറ്റ് ഫെൽ റോളിംഗ് ടു ദ ഗ്രൗണ്ട്. താഴെ വിടുകയും അത് ഉരുളാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അത് ഉരുണ്ട് ലാൻഡിങ് നെക്സ്റ്റ് ടു വാൾജീൻ, അത് വാൾജീന്റെ അടുത്ത് വരെ ആ കോയിൻ ഉരുണ്ടങ്ങ് പോവുകയാണ്. ദ മാൻ, ഈ മാൻ എന്ന് പറയുന്നത് വാൽജീൻ, ദ വാൽജീൻ പുട്ട് ഹിസ് ഫുട്ട് ഓവർ ഇറ്റ്, തന്റെ കാൽപാദം ആ നാണയത്തിന്റെ പുറത്തെടുത്ത് വെക്കുകയാണ് വാൽജീൻ ചെയ്യുന്നത്. Petit Gervais and Jean Valjean met while the man was going through the countryside instead of the city. The child was playing with a few coins he had in his hand, including a 40 sou coin. While he was playing, the child dropped the large coin and it fell rolling to the ground. Landing next to Valjean, the man put his foot over it. The child asked him for the coin. ആ കുട്ടി ആ നാണയത്തിന് വേണ്ടി ജീൻ വാൽജീനോട് അപേക്ഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. To this question, he asked the child's man. നാണയം ചോദിച്ചപ്പോൾ, to this question, നാണയം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് he asked, ജീൻ വാൽജീൻ ചോദിക്കുകയാണ് the child's name, കുട്ടിയുടെ പേര് എന്താണെന്നാണ് ആ നാണയം തിരിച്ചു ചോദിച്ചപ്പോൾ ജീൻ വാൽജീൻ ചോദിക്കുന്നത്. The child said he was Petit Gervais. ആ സമയം കുട്ടി പറയുകയാണ് തന്റെ പേര് Petit Gervais, തന്റെ പേര് Petit Gervais എന്ന കുട്ടി പറയുന്നത്. And again asked for the coin, to which Valjean said nothing. പേര് പറഞ്ഞിട്ട് താന് again asked for the coin, വീണ്ടും ആ നാണയം താൻ ആവശ്യപ്പെടുകയാണ്, കുട്ടി ആവശ്യപ്പെടുകയാണ്. To which, അതിനോട് ജീൻ വാൽജീൻ said nothing. അത് ചോദിച്ചപ്പോൾ ജീൻ വാൽജീൻ മറുപടി ആയിട്ടൊന്നും പറയുന്നില്ല. Despite all his attempts, താൻ വീണ്ടും പരിശ്രമിക്കുന്നു നാണയം തിരിച്ചു കിട്ടാൻ. Petit Gervais could not get the coin from the Valjean. എന്നാൽ നാണയം തിരിച്ചു കിട്ടാനായിട്ട് താൻ പരിശ്രമിക്കുന്നെങ്കിലും Petit Gervais could not get the coin from Valjean. വാൽജീനിൽ നിന്ന് ആ കോയിൻ തനിക്ക് ലഭിക്കുന്നില്ല. Valjean asked him in a chilling voice. വാൽജീൻ ഒരു ചില്ലിങ്, അതായത് ഒരു എന്താണ് ഇടറിയ സ്വരത്തില് വാൽജീൻ asked him in a chilling voice, ഒരു ചില്ലിങ് വോയിസിൽ വാൽജീൻ ആ കുട്ടിയോട് പറയുകയാണ് to leave, അവിടെ നിന്ന് പോകാനായിട്ട് വാൽജീൻ പറയുകയാണ്. And the child left crying and terrified of the man. ആ കുട്ടി എങ്ങനെ, കുട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. Terrified of the man, ആ man അല്ലെങ്കിൽ വാൽജീനെ കണ്ട് ഭയപ്പെട്ടിട്ട് ആ കുട്ടി അവിടെ നിന്ന് ഓടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, വാൽജീൻ ആസ്ക്ഡ് ഹിം, വാൽജീൻ എങ്ങനെയാണ് ചോദിക്കുന്നത്, ചില്ലിങ് വോയിസ്, ഒരു വിറങ്ങലിച്ച അല്ലെങ്കിൽ ഒരു ഭീകരമായ അല്ലെങ്കിൽ ഒരു വിറങ്ങലിച്ച ശബ്ദത്തിൽ, ചില്ലിങ് എന്ന് പറഞ്ഞാൽ വിറങ്ങലിച്ച ശബ്ദത്തിൽ വാൽജീൻ കുട്ടിയോട് അവിടെ ഉപേക്ഷിച്ച് പോകാനായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ടാണ് പറയുന്നത്. ആൻഡ് ദ ചൈൽഡ് ലെഫ്റ്റ് ക്രൈയിങ് ആൻഡ് ടെറിഫൈഡ് ഓഫ് ദ മാൻ, ആ കുട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ആളെ അല്ലെങ്കിൽ വാൽജീനെ ഭയന്നുകൊണ്ടും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. The child asked him for the coin. To this question, he asked the child's name. The child said he was Petit Gervais, and again asked for the coin, to which Valjean said nothing. Despite all his attempts, Petit Gervais could not get the coin from Valjean. Valjean asked him in a chilling voice to leave, and the child left, crying and terrified of the. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. What is, essay question, what is the message of redemption conveyed in the extract? Extract എന്ന് വെച്ചാൽ ഈ ഭാഗത്തിൽ അടർത്തിയെടുക്കപ്പെട്ടിരിക്കുന്നതായ ഈ ഭാഗത്തിൽ വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് റിഡംഷൻ? ഇവിടെ വീണ്ടെടുപ്പ്, റിഡംഷൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും വീണ്ടെടുപ്പ് എന്നൊരു അർത്ഥം ഉണ്ട്, വേറെ ഒന്ന് രണ്ട് അർത്ഥങ്ങളുള്ളത്. കടം വീട്ടൽ, പ്രായശ്ചിത്തം, വിടിവിക്കൽ, മോചിപ്പിക്കൽ എന്നൊക്കെയുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ വീണ്ടെടുപ്പ് എന്നൊരു വാക്കാണ് അതിന് കുറച്ചുകൂടെ ഈ ചോദ്യത്തിന് അനുയോജ്യമായിട്ട് വരുന്നത്. ഇതൊരു ക്രിസ്ത്യൻ പദപ്രയോഗമാണ്, ക്രിസ്തീയ പദപ്രയോഗമാണ് റിഡംഷൻ എന്നുള്ളത്. റിഡംഷൻ ഒരു എന്താണ്, യേശു കർത്താവ് പാപികളായിരുന്ന അല്ലെങ്കിൽ പാപത്തിൽ മരണപ്പെടേണ്ട മനുഷ്യർക്ക് വേണ്ടി യേശു താൻ സ്വയം മരണപ്പെട്ട് പാപികളായിരിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ പാപത്തിൽ മരണപ്പെടേണ്ട മനുഷ്യരെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. അതാണ് റിഡംഷന്റെ കോൺസെപ്റ്റ് എന്നുള്ളത്. അപ്പം
ഒരു വീണ്ടെടുപ്പ്. അപ്പൊ വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് റിഡംഷൻ? ഇവിടെ വീണ്ടെടുപ്പിന്റെ സന്ദേശം എന്താണ്? ഈ ഭാഗത്തിൽ വീണ്ടെടുപ്പിന്റെ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകി തരുന്നത്? നമുക്കത് അറിയാൻ കാരണം ഇവിടെ ജീൻ വാൽജീൻ ആ തെറ്റ് ചെയ്തപ്പോൾ എന്താണ് ബിഷപ്പിന്റെ അല്ലെങ്കിൽ മെത്രാന്റെ വീട്ടിൽ നിന്ന് വെള്ളി പാത്രങ്ങൾ മോഷ്ടിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് താൻ ജയിലിൽ പോകേണ്ടതാണ്. എന്നാൽ ആ മെത്രാൻ തന്റെ പാത്രങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അപ്പൊ തന്റെ പാത്രങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യന് ജയിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ്. അപ്പൊ തന്റെ പാത്രങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് താൻ അതിനെ വീണ്ടെടുക്കുകയാണ്. ഒന്ന് കൊടുത്ത് മറ്റൊന്നിനെ വീണ്ടെടുക്കുന്നത് പോലെ ക്രിസ്ത്യൻ കോൺസെപ്റ്റിലെ യേശു കർത്താവ് സ്വന്തം ജീവൻ കൊടുത്ത്, തന്റെ ജീവൻ കൊടുത്ത് മരണത്തിന് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകേണ്ടിരുന്നതായ മനുഷ്യരെ തന്റെ സ്വന്തം ജീവൻ നൽകി അവരെ ജീവനിലേക്ക് കൊണ്ടുവന്നത് എന്നതുപോലെ ഇവിടെ ആ ബിഷപ്പും തന്റെ പാത്രങ്ങളെ നൽകിക്കൊണ്ട് എന്താണ് ആ വ്യക്തിയെ വീണ്ടെടുക്കുന്നത്. അതാണ് ആ റിഡംഷൻ, വീണ്ടെടുപ്പ് എന്നൊരു പദപ്രയോഗമാണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് റിഡംഷൻ കൺവേഡ് ഇൻ ദ എക്സ്ട്രാക്ട്? ഈ ഭാഗത്തിൽ നൽകിയിരിക്കുന്നതായ മെസ്സേജ് ഓഫ് വീണ്ടെടുപ്പിന്റെ സന്ദേശം എന്താണ്? വിക്ടർ മാരി ഹ്യൂഗോ വാസ് എ ഫ്രഞ്ച് പോയറ്റ്. വിക്ടർ മാരി ഹ്യൂഗോ ആരാണ്? ഒരു ഫ്രഞ്ച് കവിയാണ്. അതോടൊപ്പം തന്നെ നോവലിസ്റ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെന്റ്. അദ്ദേഹം ആരൊക്കെയാണ്? നോവലിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ ഡ്രമാറ്റിസ്റ്റ് ആണ്, ഒരു നോവൽ എഴുത്തുകാരനും ഒരു നാടകകൃത്തുമൊക്കെയാണ്. ഏത് കാലഘട്ടത്തിലെയാണ്? റൊമാൻറ്റിക് മൂവ്മെന്റ്. റൊമാൻറ്റിക് മൂവ്മെന്റിലെ ഒരു എഴുത്തുകാരനും, അതായത് ഒരു കവിയും ഒരു നോവലിസ്റ്റും ഒരു ഡ്രമാറ്റിസ്റ്റും ഒക്കെയാണ് വിക്ടർ മാരി ഹ്യൂഗോ. നമ്മളെ റൊമാൻറ്റിക് മൂവ്മെന്റ് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 18th സെഞ്ചുറി, 18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങളിൽ എന്താണ് an artistic and intellectual. What is romanticism? Romanticism was an artistic and intellectual movement that originated in Europe towards the end of the 18th century. An intellectual and artistic movement originated in Europe towards the end of the 18th century. അപ്പൊ ആ ഒരു മൂവ്മെന്റിൽ, ആ ഒരു മുന്നേറ്റത്തിലെ ഒരു എഴുത്തുകാരനാണ് ആര്? വിക്ടർ മാരി ഹ്യൂഗോ. കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് നോൺ ഫ്രഞ്ച് റൈറ്റേഴ്സ്. അദ്ദേഹത്തെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, പരിഗണിക്കുന്നത്? വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, ഏറ്റവും ശ്രേഷ്ഠനായതും ബെസ്റ്റ് നോൺ, വളരെ അറിയപ്പെടുന്നതുമായ ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടാണ് വിക്ടർ മാരി ഹ്യൂഗോയെ അറിയപ്പെടുന്നത്. Hugo began planning a major novel about social misery and injustice as early as the 1830s. 1830 കാലയളവ് മുതൽക്കേ ഹ്യൂഗോ began planning. ഹ്യൂഗോ എന്ത് ചെയ്യാൻ ആരംഭിച്ചു? പദ്ധതികൾ തയ്യാറാക്കാൻ ആരംഭിച്ചു. ഇതിനാണ് about writing a major novel, ഒരു നല്ലൊരു നോവൽ എഴുതുന്നതിനെ പറ്റി 1830 കാലയളവ് മുതൽക്കേ ഹ്യൂഗോ പദ്ധതികൾ ആരംഭിച്ചു. എന്തിനെ കുറിച്ചാണ്? സോഷ്യൽ മിസറി ആൻഡ് അൺജസ്റ്റിസ്, സാമൂഹിക ദുരിതത്തെ കുറിച്ചും ഇൻജസ്റ്റിസ്, അനീതികളെ കുറിച്ചും ഒരു നോവൽ എഴുതണമെന്ന് 1830 കാലയളവ് മുതൽക്ക് ഹ്യൂഗോ പ്ലാൻ ചെയ്തു. പക്ഷേ ഇറ്റ് വുഡ് ടേക്ക് എ ഫുൾ 17 years, എന്നാൽ 17 വർഷം എടുത്തു ഫോർ ഹിസ് ഗ്രേറ്റസ്റ്റ് വർക്ക് ലെസ്, എന്താണ് 17 വർഷം കൊണ്ടാണ് തന്റെ ശ്രേഷ്ഠമായ കൃതിയായ ലെസ് മിസറബിൾസ് ടു ബി ഫൈനലി പബ്ലിഷ്ഡ് ഇൻ 1862. 1862 തന്റെ കൃതിയായ ലെസ് മിസറബിൾസ് പബ്ലിഷ് ചെയ്യാനായിട്ട് 1862 വരെ തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. അപ്പൊ ഇത്രയും കാലഘട്ടങ്ങൾ, അതായത് 17 വർഷത്തോളം. അപ്പം 1830 ആരംഭിച്ചു, 17 വർഷക്കാലത്തോളം തനിക്ക് പുസ്തകം എഴുതുന്നതിന് വേണ്ടി സമയമെടുത്ത് പിന്നെയും പബ്ലിഷ് ചെയ്യാനായിട്ട് 1862 വരെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. The story involving several characters traces the destiny of a convict Jean Valjean. ഈ കഥയില് ഈ കഥയിൽ ഇൻവോൾവിംഗ് സെവറൽ ക്യാരക്ടേഴ്സ്, ഒത്തിരി കഥാപാത്രങ്ങൾ ഈ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ട്രേസസ് ദ ഡെസ്റ്റിനി ഓഫ്, ഇത് എന്തിനെയാണ് ട്രേസ് ചെയ്യുന്നത്, എന്തിനെയാണ് പിന്തുടരുന്നത്? ദ ഡെസ്റ്റിനി, വിധി ഓഫ് എ കൺവിക്ട് ജീൻ വാൽജീൻ. ജീൻ വാൽജീൻ എന്നതായ ഒരു കുറ്റവാളി, ഒരു മുൻ കുറ്റവാളിയുടെ വിധിയെയാണ് ഈ നോവൽ എന്ത് ചെയ്യുന്നത്? പിന്തുടരുന്നത്. The story involving several characters. ഈ കഥയിൽ several characters are involved. ഒരുപാട് കഥാപാത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. Traces the destiny of a convict Jean Valjean. ജീൻ വാൽജീൻ എന്നതായ ഒരു മുൻ കുറ്റവാളിയുടെ വിധിയെയാണ് ഇത് പിന്തുടരുന്നത്. എ വിക്ടിം ഓഫ് സൊസൈറ്റി. അദ്ദേഹം സമൂഹത്തിന്റെ സമൂഹത്തിന്റെ വിക്ടിമാണ്, സമൂഹത്തിന്റെ തിന്മകളുടെ ഇരയാണ് ഈ ജീൻ വാൽജീൻ.
Jean Valjean was arrested as a child for stealing bread to feed his hungry family. Jean Valjean was arrested. ഈ ജീൻ വാൽജീൻ എന്ത് ചെയ്യപ്പെട്ടു? അറസ്റ്റ് ചെയ്യപ്പെട്ടു. എപ്പോഴാണ്? ആസ് എ ചൈൽഡ്, ഒരു കുട്ടി ആയിരുന്നപ്പോഴാണ് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ഫോർ സ്റ്റീലിംഗ് ബ്രെഡ് ടു ഫീഡ് ഹിസ് ഹംഗ്രി ഫാമിലി. തന്റെ വിശക്കുന്ന കുടുംബത്തിന് ഭക്ഷണമായി ഒരു ബ്രെഡ് മോഷ്ടിച്ചു എന്നുള്ള കാരണത്താലാണ് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നത്. The extract looks at his redemption after his release from jail 19 years later. എന്നാല് 19 വർഷക്കാലത്തിന് ശേഷം his redemption after his release from jail 19 years later. 19 വർഷക്കാലം ജയിലിൽ നിന്ന് തനിക്ക് ഉണ്ടാകുന്ന മോചനത്തെയാണ്, ജയിലിൽ നിന്ന് 19 വർഷക്കാലത്തിന് ശേഷം തനിക്കുണ്ടാകുന്നതായ മോചനത്തെയാണ് ഈ ഭാഗത്തിൽ കൂടെ നമ്മൾ നോക്കിക്കാണുന്നത്. Two incidents take place in the extract for a study which led to Valjean's redemption. Two incidents take place in the extract. ഇവിടെ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നിരിക്കുന്നു? ഈ ഭാഗത്തില് പറഞ്ഞിരിക്കുന്നു. Two incidents, രണ്ട് സംഭവങ്ങൾ ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. Which led to Valjean's redemption. വാൽജീന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വാൽജീന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ, രണ്ട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. In the first instance, ആദ്യ സംഭവത്തിൽ Valjean steals silver from a bishop's house. In the first instance, ആദ്യ സംഭവത്തിൽ Valjean steals silver from a bishop's house. ബിഷപ്പ് മെത്രാന്റെ വീട്ടിൽ നിന്ന് വാൽജീൻ എന്ത് ചെയ്യുന്നു? വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിക്കുന്നു. ബട്ട് റാദർ ദാൻ കണ്ടം ഹിം, എന്നാൽ അവനെ പഴിക്കുന്നതിന്, അവനെ കുറ്റം വിധിക്കുന്നതിന് പകരം the bishop pretended that he have given him the silver. എന്നാൽ ആ മെത്രൻ എന്ത് ചെയ്യുകയാണ്? താൻ തന്നെയാണ് അത് കൊടുത്തതെന്ന് പറഞ്ഞ് അവനെ അതിൽ നിന്ന് രക്ഷിക്കുക. ദസ് റെഡീമിങ്, അവനെ രക്ഷിക്കുന്നു. ഫ്രം ദ ക്ലച്ചസ് ഓഫ് ദ ലോ, നിയമത്തിന്റെ പിടുത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിയമത്തിന്റെ പഴുതിൽ നിന്ന്, നിയമത്തിന്റെ പിടുത്തത്തിൽ നിന്ന് ആ മെത്രാൻ ആരെ രക്ഷിക്കുന്നു? വാൽജീനെ രക്ഷിക്കുന്നു. അപ്പൊ അതൊരു മോചനമാണ്, അതൊരു വീണ്ടെടുപ്പാണ്, അതൊരു മോചനമാണ്. വാൽജീൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യപ്പെടേണ്ടവനായിരുന്നു? വാൽജീൻ was supposed to be, Valjean was supposed to be imprisoned in the jail, in the prison. വാൽജീൻ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവനായിരുന്നു. ബട്ട് എന്താണ്? ബട്ട് ദ ബിഷപ്പ് ഈസ് ഹെൽപ്പിംഗ് ഹിം. എന്നാൽ ബിഷപ്പ് അവനെ നോട്ട് ഓൺലി ഹെൽപ്പിംഗ്, ദ ബിഷപ്പ് ഈസ് റെസ്ക്യൂയിങ് ഹിം. ബിഷപ്പ് എന്ത് ചെയ്യണം? അവനെ റിഡീമിങ്, അവനെ വീണ്ടെടുക്കുകയാണ്. റിഡംഷൻ, വീണ്ടെടുപ്പ്. റിഡീമിങ്, വീണ്ടെടുക്കുകയാണ്. എന്തിൽ നിന്ന്? ക്ലച്ചസ് ഓഫ് ദ ലോ, നിയമത്തിന്റെ എന്തിൽ നിന്നാണ്? പിടുത്തത്തിൽ നിന്ന് അവനെ രക്ഷിക്കണം. നിയമപ്രകാരം അവൻ വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവനായിരുന്നു. ബ്രെഡ് മോഷ്ടിച്ച് 19 വർഷമാണെങ്കിൽ ചിലപ്പോൾ ഈ മെത്രാന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഈ പാത്രങ്ങൾക്ക് പകരമായി തന്റെ ജീവകാലം മുഴുവനും ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവനായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? ഹീസ് റിഡീമിങ്, ആ മെത്രാൻ അവനെ രക്ഷിക്കുകയാണ്. It also causes Valjean to think about saving his soul on account of the man's extreme kindness towards him and the bishop's message to turn him to good. It also causes, അത് മറ്റൊന്നിനും കാരണമാക്കുന്നു, Valjean to think about saving his soul. തന്റെ ആത്മാവിനെ, തന്റെ മരണശേഷം ഉള്ള തന്റെ ആത്മാവിനെ രക്ഷിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിന് ആരെ പ്രേരിപ്പിക്കുന്നു? വാൽജീനെ പ്രേരിപ്പിക്കുന്നു. ഓൺ അക്കൗണ്ട് ഓഫ് ദ മാൻസ് എക്സ്ട്രീം കൈൻഡ്നസ്, അത് അങ്ങനെ തന്റെ മരണശേഷം തന്റെ ആത്മാവിനെ രക്ഷിക്കുന്നതിനെ പറ്റി വാൽജീൻ ചിന്തിക്കുന്നതിന് കാരണമാകുന്ന എന്തുകൊണ്ടാണ്? ദ മാൻസ് എക്സ്ട്രീം കൈൻഡ്നസ് ടുവേർഡ്സ് ഹിം, തന്നോട് ഇത്രയും ദയ ആ മെത്രാൻ കാട്ടിയല്ലോ എന്നുള്ളത് കൊണ്ട് മരണശേഷം തന്റെ ആത്മാവിനെ രക്ഷിക്കുന്നതിനെ കുറിച്ച് പോലും വാൽജീൻ ചിന്തിക്കുകയാണ്. അത് മാത്രമല്ല, ബിഷപ്സ് മെസ്സേജ് ടു ഹിം ടു ടേൺ ടു ഗുഡ്, എന്നാണ് നന്മയിലേക്ക് തിരിയൂ എന്നുള്ളതായ ആ മെത്രാന്റെ സന്ദേശവും തന്നെ തന്റെ മരണശേഷം ഉള്ള തന്റെ ആത്മാവിന്റെ രക്ഷയെ കുറിച്ച് പോലും ചിന്തിക്കുന്നതാണ്. അത്രയും ആഴത്തിൽ പോലും ചിന്തിക്കുന്നതിന് ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു. അത് ആ റിഡംഷൻ എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട, കാരണം ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തിയുടെ മരണശേഷം തന്റെ ആത്മാവിന്റെ രക്ഷയും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി പോലും ചിന്തിക്കുന്നതിന് ഈ മെത്രാന്റെ കരുണ ഉള്ള പ്രവൃത്തി സാധ്യമാക്കി തീർക്കുന്നു. The second incident, രണ്ടാമത്തെ ഇൻസിഡന്റ്, when Petit Gervais loses one of his coins, Petit Gervaisന്റെ കയ്യിൽ നിന്ന് ഒരു നാണയം നഷ്ടപ്പെടുമ്പോൾ, which rolls towards Valjean, അത് വാൽജീന്റെ അടുക്കിലേക്ക് ഉരുണ്ടു പോകുന്നു, who covers it with his foot and refuses to return the
coin, leaving the boy to run off crying. എന്ത് ചെയ്യാണ്? The second incident, രണ്ടാമത്തെ സംഭവത്തിൽ Petit Gervais loses one of his coins. Petit Gervais തന്റെ കരത്തിലിരുന്ന ഒരു നാണയം നഷ്ടപ്പെടുകയാണ്. It rolls towards Valjean. ആ നഷ്ടപ്പെട്ട നാണയം അല്ലെ തന്റെ കയ്യിൽ നിന്ന് പോയ നാണയം rolls towards Valjean. വാൾജീന്റെ അടുക്കിലേക്ക് അത് ഉരുണ്ടു പോവുകയാണ്. Who covers it with his foot? വാജിൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? Covers it with his foot. തന്റെ കാലുകൊണ്ട് അതിനെ മറയ്ക്കുന്നു. And refuses to return the coin, leaving the boy to run off crying. And refuses, നിരസിക്കുന്നു. എന്തിനാണ്? To return the coin. ആ കോയിൻ മടക്കി നൽകുന്നത് നിരസിക്കുന്നു. Leaving the boy to run off crying. അതുകൊണ്ട് ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു. After a long while, കുറച്ച് സമയശേഷം, when he comes to himself from his tranced state, എന്താണ്? കുറച്ച് സമയത്തിന് ശേഷം he comes to himself, തന്നിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. From his tranced state, ഇവിടെ പറയുന്നത് ആ ഒരു അവസ്ഥ എങ്ങനെ പറയുന്നത്? ട്രാൻസ്ഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ട്രാൻസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഒരു മയക്കത്തിൽ നിന്ന് താൻ മടങ്ങി വരുന്നത് പോലെ, ഒരു മയക്കത്തിൽ നിന്ന്. അപ്പോൾ അത് പറയുന്നതിന്റെ ആശയം എന്നുള്ളത് ഒരുപക്ഷെ എന്താണ്, ജീൻ വാൽജീൻ ഇത്രയും വർഷക്കാലം എന്തിനായിരുന്നു? ഇത്രയും വർഷക്കാലം ജീൻ വാൽജീൻ പ്രിസണിലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയുള്ളവരുടെ സ്വഭാവമൊക്കെ എന്ത് ചെയ്തിരിക്കാം? തന്നെയും സ്വാധീനം ചെലുത്തിയിരിക്കാം. അപ്പോ അവൻ അറിയാതെ തന്നെ എന്ത് ചെയ്തിരിക്കാം? ആ കോയിന്റെ പുറത്തേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ ആ രീതിയിലായിരിക്കും തന്നെയും അവിടെ ഉപദ്രവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് താൻ അറിയാതെ തന്റെ ആ കാലെടുത്ത് തന്റെ പുറത്ത് വച്ചതായിരിക്കാം. അപ്പൊ ഹി കംസ് ടു ഹിംസെൽഫ് ഫ്രം ഹിസ് ട്രാൻസ്ഡ് സ്റ്റേറ്റ്. അവൻ എന്താണ്? അവൻ ആ മയക്കത്തിൽ നിന്ന്, ട്രാൻസ് എന്ന് പറയുമ്പോൾ മയക്കമാണ്. അപ്പൊ അവൻ ആ മയങ്ങിയ സ്ഥിതിയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? അവൻ അറിയാതെ തന്നെ എവിടേക്ക് വരിക? ആഫ്റ്റർ എ ലോങ് വെൽ, കുറെ സമയത്തിന് ശേഷം ഹി കംസ് ടു ഹിംസെൽഫ് ഫ്രം ഹിസ് ട്രാൻസ്ഡ് സ്റ്റേറ്റ്. അദ്ദേഹം ആ മയക്കത്തിൽ നിന്ന് ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ഹി ട്രൈസ് ടു ഫൈൻഡ് ദ ബോയ് ടു റിട്ടേൺ ദ കോയിൻ ബട്ട് ഈസ് അൺഎബിൾ ടു ഡു സോ. അപ്പൊ കുറച്ച് സമയത്തിന് ശേഷം ആ മയക്കത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സുബോധത്തിലേക്ക് താൻ വരികയും എന്ത് ചെയ്യുകയാണ്? ട്രൈസ് ടു ഫൈൻഡ് ദ ബോയ്. അദ്ദേഹം ആ കുട്ടിയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. എന്തിനാണ്? ടു റിട്ടേൺ ദ കോയിൻ. ആ നാണയം മടക്കി നൽകുന്നതിന് വേണ്ടി, കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ജീൻ വാൽജീൻ ശ്രമിക്കുകയാണ്. ബട്ട് ഈസ് അൺഎബിൾ ടു ഡു സോ. എന്നാൽ തനിക്ക് അതിന് എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അപ്പൊ ഒന്നാമത്തെ ഇൻസിഡന്റ് വ്യക്തമായിട്ട് മനസ്സിലായി. ജീൻ വാൽജീൻ ഇവിടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടില്ലെങ്കിൽ പ്രിസണിൽ അടയ്ക്കപ്പെടേണ്ടിരുന്ന ജീൻ വാൽജീനെ ബിഷപ്പ് മെത്രാൻ രക്ഷിക്കുന്നതിനെ പറ്റി. രണ്ടാമത്തെ ഇൻസിഡന്റില് പെറ്റിറ്റ് ഗർവായിസിന് നഷ്ടപ്പെട്ട കോയിൻ മടക്കി നൽകാൻ അദ്ദേഹം ആരംഭത്തിൽ മടിക്കുന്നു. എന്നാൽ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. കുറച്ച് സമയശേഷം താൻ തന്റെ സുബോധത്തിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ തന്റെ തെറ്റിനെ താൻ മനസ്സിലാക്കുന്നു. തുടർന്ന് കുട്ടിക്ക് കാശ് കൊടുക്കുവാനായി തന്നെ കുട്ടി അന്വേഷിക്കുന്നെങ്കിലും കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. The second incident is when Petit Gervais loses one of his coins, which rolls towards Valjean, who covers it with his foot and refuses to return the coin, leaving the boy to run off crying. After a long while, when he comes to himself from his tranced state, he tries to find the boy to return the coin, but is unable to do so. The incident, along with the experience with the bishop, transforms Valjean, whose identity is never heard of again. ഇവിടെ നോക്കി, this incident, ഈ ഒരു സംഭവം, along with the experience with the bishop, ഇവിടെ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ബിഷപ്പിൽ നിന്നുണ്ടായ, അതായത് മെത്രാനിൽ നിന്നുണ്ടായതായ സംഭവം. രണ്ട്, ഈ കുട്ടിയുമായുള്ള സംഭവം. this incident, അപ്പൊ ഈ കുട്ടിയുമായുണ്ടായതായ ഈ സംഭവം, along with the experience with the bishop, ബിഷപ്പുമായുണ്ടായതായ അനുഭവവും ട്രാൻസ്ഫോംസ് വാൽജീൻ. വാൽജീൻ എന്ത് ചെയ്യുകയാണ്? വാൽജീനിൽ മാറ്റം കൊണ്ടുവരികയാണ്. വാൽജീൻ ഹൂസ് ഐഡന്റിറ്റീസ് നെവർ ഹാഡ് ഓഫ് അഗെയിൻ. വാൽജീന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പിന്നെ ഒരിടവും നമ്മൾ കേൾക്കുന്നില്ല. വാൽജീന്റെ വ്യക്തിത്വത്തെ കുറിച്ചോ വാൽജീനെ കുറിച്ചോ നമ്മൾ പിന്നെ ഒരിടവും കേൾക്കുന്നില്ല. അത് അങ്ങനെ ഹ്യൂഗോ എഴുത്തുകാരൻ ട്രൈസ് ടു കൺവേ ദാറ്റ്. അങ്ങനെ എഴുത്തുകാരൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇവിടെ നമ്മോട് കൺവേ, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് എന്തോന്നാണ്? ദാറ്റ് കമ്പാഷൻ. ഇവിടെ എഴുത്തുകാരൻ നമ്മെ കൺവേ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ കൺവേയുടെ കറക്റ്റ് മീനിങ് വരുമ്പോ
നമ്മെ എന്ത് ചെയ്യണം, നമ്മൾ കൈമാറി തരുന്നത്, നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് എന്തോന്നാണ്? കമ്പാഷൻ. നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് കമ്പാഷൻ, അനുകമ്പ. ക്യാൻ ലീഡ് ടു റിഡംഷൻ. അതെന്തിലേക്ക് കൊണ്ടുവരാം? അനുകമ്പ റിഡംഷനിലേക്ക് കൊണ്ടുവരാം. അനുകമ്പ എന്തിലേക്ക് കൊണ്ടുവരാം? ആളുകളെ റിഡംഷനിലേക്ക് കൊണ്ടുവരാം, അതായത് വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവരാം. ഈവൻ ഇൻ ദ ഹാർഡസ്റ്റ് ഓഫ് സോൾസ്, അല്ലെങ്കിൽ ഏറ്റവും കഠിന ഹൃദയനായ ഒരു വ്യക്തിയെ പോലും, ഏറ്റവും കഠിന ഹൃദയം ഉള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തെ പോലും, ആത്മാവിനെ പോലും എന്താണ്, അനുകമ്പയോടുകൂടി ആ വ്യക്തിയോട് പെരുമാറി കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാം? ആ വ്യക്തിയിലേക്ക് വീണ്ടെടുപ്പ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇഫ് എ ഹാർഡൻഡ് ക്രിമിനൽ ലൈക്ക് ജീൻ വാൾജിൻ കുഡ് ട്രാൻസ്ഫോം ലേറ്റർ ഇൻ ടു എ ഗുഡ് സോൾ. ഓക്കെ, ഇഫ് എ ഹാർഡൻഡ്, കഠിനപ്പെട്ട, ക്രിമിനൽ ലൈക്ക് ജീൻ വാൾജിൻ, കഠിന ഹൃദയ അല്ലെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ ബ്രെഡ് മോഷ്ടിച്ചു എന്നുള്ള കുറ്റത്താൽ 19 വർഷം ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഹൃദയമൊക്കെ ഒത്തിരി കഠിനപ്പെട്ടു പോയ അങ്ങനെ ഒരു വ്യക്തിയെ പോലും, അല്ലെങ്കിൽ സമൂഹത്തേക്ക് അത്രയും വെറുത്ത് എല്ലാവരോടും പക വീട്ടണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇനി ആരോടും നന്നായി ഇരിക്കേണ്ട എന്നൊക്കെ കരുതി അത്രയും മോശമായ രീതിയിൽ മാറ്റപ്പെട്ട ഒരു വ്യക്തിയെ പോലും ഇവിടെ എന്താണ്, ദയവ് അല്ലെങ്കിൽ കമ്പാഷൻ, ദയവ് കാട്ടി എന്നുള്ള കാരണത്താൽ അവന്റെ ഹൃദയം എന്ത് ചെയ്യുകയാണ്? ട്രാൻസ്ഫോം, അതിൽ മാറ്റം സംഭവിക്കുകയാണ്. എന്തായിട്ട് മാറുന്നു? എ ഗുഡ് സോൾ, നല്ലൊരു ആത്മാവായിട്ട് അത് മാറ്റപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയിൽ അത് സംഭവിക്കാമെങ്കിൽ there is hope for others as well. അതായത് അങ്ങനെ ഒരു വ്യക്തിയിൽ പോലും ദയവ് കൊണ്ട് ഒരു കാര്യം അങ്ങനെ സംഭവിക്കാമെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും എന്താണ്, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ദയവ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും എന്ന സന്ദേശമാണ് ആര് നമ്മുടെ നൽകി തരുന്നത്? എഴുത്തുകാരൻ നൽകി തരുന്നത്. This incident, along with the experience with the bishop, transforms Waljean, whose identity is never heard of again. Thus, Hugo tries to convey that compassion can lead to redemption, even in the hardest of souls. If a hardened criminal like Jean Valjean could transform later into a good soul, then there is hope for others as well. അതിന്റെ അർത്ഥം ആരെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എത്ര മോശപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നാലും നമുക്ക് നല്ല സ്വഭാവം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ വ്യക്തിയെ മാറ്റിയെടുക്കുന്നതിനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ വായിക്കുന്നു. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് റിഡംഷൻ കൺവേഡ് ഇൻ ദ എക്സ്ട്രാക്ട്? Victor Marie Hugo was a French poet, novelist, and dramatist of the Romantic movement. Considered to be one of the greatest and best-known French writers, Hugo began planning a major novel about social misery and injustice as early as the 1830s, but it would take a full 17 years for his greatest work, Les Miserables, to be finally published in 1862. The story, involving several characters, traces the destiny of a convict Jean Valjean, a victim of society. Valjean, who was arrested as a child for stealing bread to feed his hungry family. The extract looks at his redemption after his release from jail 19 years later. Two incidents take place in the extract for study, which led to Valjean's redemption. In the first instance, Valjean steals silver from a bishop's house, but rather than condemn him, the bishop pretends to have given him the silver, thus redeeming him from the clutches of the law. It also causes Valjean to think about saving his soul on account of the man's extreme kindness towards him and the bishop's message to him to turn good. The second incident is when Petit Gervais loses one of his coins, which rolls towards Valjean, who covers it with his foot and refuses to return the coin, leaving the boy to run off crying. After a long while, when he comes to himself from his tranced state, he tries to find the boy to return the coin, but is unable to do so. This incident, along with the experience with the bishop, transforms Valjean, whose identity is never heard of again. Thus, Hugo tries to convey that compassion can lead to redemption, even in the hardest of souls. If a hardened criminal like Jean Valjean could transform later into a good soul, then there is hope for others as well. Okay, last question, Anna. 1 second. Critically analyze the character of Monsignor Bienvenu. ഇവിടെ critically analyze ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Critically analyze. Let's see what critical means. Critically. Okay.
ക്രിറ്റിക്കലി വിമർശനാത്മകമായി, ക്രിറ്റിക്കലി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിമർശനാത്മകമായി അനലൈസ്, വിമർശനാത്മകമായി അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. ദ ക്യാരക്ടർ ഓഫ് മോൺസിഗ്നോർ ബിൻവാനോ ബിഎൻവെനു മോൺസിഗ്നോർ ബിൻവെനുവിന്റെ സ്വഭാവത്തെ വിമർശനാത്മകപരമായി അപഗ്രഥിക്കുക, വിമർശനാത്മകപരമായി അപഗ്രഥിക്കുക. ആരുടെ സ്വഭാവത്തെ? മോൺസിഗ്നോർ ബെൻവാനുവിന്റെ സ്വഭാവത്തെ വിമർശനാത്മകപരമായി എന്ത് ചെയ്യുക? അപഗ്രഥിക്കുക. വിക്ടർ മാരി ഹ്യൂഗോ വാസ് എ ഫ്രഞ്ച് പോയിറ്റ്. വീണ്ടും അദ്ദേഹത്തെ ഇൻട്രൊഡക്ഷൻ ആണ്. വിക്ടർ മാരി ഹ്യൂഗോ ആരായിരുന്നു? ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്നു. നോവലിസ്റ്റ്, ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെന്റ്. അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആയിരുന്നു, ഒരു ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു. ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെന്റ്, റൊമാൻറ്റിക് കാലഘട്ടത്തിലെ ഒരു കവിയും നോവലിസ്റ്റും ഡ്രമാറ്റിസ്റ്റും ഒക്കെ ആയിരുന്നു അദ്ദേഹം. കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് നോൺ ഫ്രഞ്ച് റൈറ്റേഴ്സ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഗ്രേറ്റസ്റ്റ്, വളരെ വലിയതും അതോടൊപ്പം തന്നെ ബെസ്റ്റ് നോൺ, വളരെ അറിയപ്പെടുന്നതുമായ ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഹ്യൂഗോ ബിഗാൻ പ്ലാനിങ് എ മേജർ നോവൽ അബൌട്ട് സോഷ്യൽ മിസറി ആൻഡ് ഇൻജസ്റ്റിസ് ആസ് ഏർലി ആസ് ദ 1830s. ഹ്യൂഗോ ബിഗാൻ പ്ലാനിങ്, ഹ്യൂഗോ എന്ത് ചെയ്യാൻ ആരംഭിച്ചു? എ മേജർ നോവൽ, വലിയ നോവല് എഴുതുന്നതിനെ കുറിച്ച് അദ്ദേഹം 1830 കാലയളവ് മുതൽക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്തിനെയൊക്കെ കുറിച്ചായിരിക്കണം? മിസറി ആൻഡ് ഇൻജസ്റ്റിസ്, ദുരിതത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ അനീതിയെ കുറിച്ചുമൊക്കെ തീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു നോവൽ എഴുതണമെന്ന് 1830 കാലയളവ് മുതൽക്ക് അദ്ദേഹം അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു. ബട്ട് ഇറ്റ് വുഡ് ടേക്ക് എ ഫുൾ 17 years ഫോർ ഹിസ് ഗ്രേറ്റസ്റ്റ് വർക്ക് ലെസ് മിസറബിൾസ് ടു ബി ഫൈനലി പബ്ലിഷ്ഡ് ഇൻ 1862. ബട്ട് പക്ഷേ it would take a full 17 years, 17 വർഷം എടുത്ത് ഹിസ് ഗ്രേറ്റസ്റ്റ് വർക്ക് ലെസ് മിസറബിൾസ് ടു ബി ഫൈനലി പബ്ലിഷ്ഡ്, തന്റെ കൃതിയായ ലെസ് മിസറബിൾസ് പബ്ലിഷ് ചെയ്യപ്പെടാനായിട്ട് ഏകദേശം 17 വർഷം എടുത്തു. അങ്ങനെ 1862 അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ദ സ്റ്റോറി ഇൻവോൾവിംഗ് സെവറൽ ക്യാരക്ടേഴ്സ്, ഈ കഥയിൽ അനേക കഥാപാത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻ ട്രേസസ്, അത് പിന്തുടരുന്നത് ദ ഡെസ്റ്റിനി ഓഫ് എ കൺവിക്ട്, ഒരു കുറ്റവാളിയുടെ വിധി, കുറ്റവാളിയുടെ വിധിയെ കുറിച്ചാണ് ഈ കഥ എന്ത് ചെയ്യുന്നത്? പിന്തുടരുന്നത്. ആ കുറ്റവാളിയുടെ പേര് ജീൻ വാൽജീൻ. ജീൻ വാൽജീൻ വിക്ടിം ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ തെറ്റായ സമൂഹത്തിന്റെ രീതികൾക്ക് കാരണമായി തീർന്നതായ ഒരു വ്യക്തിയാണ് ജീൻ വാൽജീൻ. സമൂഹത്തിന്റെ തെറ്റുകൾ മുഖാന്തരം കഷ്ടം അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിക്ടർ മാരി ഹ്യൂഗോ വാസ് എ ഫ്രഞ്ച് പോയിറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ romantic movement, considered to be one of the greatest and best known French writers. Hugo began planning a major novel about social misery and injustice as early as the 1830s, but it would take a full 17 years for his greatest work Les Miserables to be finally published in 1862. The story involving several characters traces the destiny of a convict, Jean Valjean, a victim of society. The extract under study, ഇവിടെ പഠിക്കാൻ എടുത്തിരിക്കുന്ന ഭാഗം consists of ഉൾപ്പെട്ടിരിക്കുന്ന incidents that create a turning point in Jean Valjean's life. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പാഠഭാഗം അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു? ഇൻസിഡൻസ്, സംഭവങ്ങൾ, ക്രിയേറ്റ് എ ടേണിംഗ് പോയിന്റ്, എന്താണ്? ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുകയാണ് ഇൻ ജീൻ വാൽജീൻസ് ലൈഫ്. അപ്പം ഈ ജീൻ വാൽജീന്റെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്ന സംഭവങ്ങളെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എക്സ്ട്രാക്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഭാഗം, അണ്ടർ സ്റ്റഡി പഠിക്കാനായി നൽകിയിരിക്കുന്ന ഭാഗം, കൺസിസ്റ്റ്സ് ഓഫ്, അത് ഉൾപ്പെട്ടിരിക്കുന്നു ഇൻസിഡൻസ്, സംഭവങ്ങൾ, ക്രിയേറ്റ് എ ടേണിംഗ് പോയിന്റ്, എന്ത് സൃഷ്ടിക്കുന്നത്? ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്നതായ സംഭവങ്ങളെയാണ് ഇവിടെ പഠിക്കുവാനായി നമ്മൾ എടുത്തിരിക്കുന്നത്. ആരുടെ ജീവിതത്തിൽ? ഇൻ ജീൻ വാൽജീൻസ് ലൈഫ്. ആഫ്റ്റർ ലീവിംഗ് പ്രിസൺ, അദ്ദേഹം ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ട ശേഷം, വാൽജീൻ ഫൈൻഡ്സ് ഷെൽട്ടർ ഫോർ ദ നൈറ്റ് ഇൻ എ ബിഷപ്സ് ഹൗസ്. വാൽജീൻ ഫൈൻഡ്സ് ഷെൽട്ടർ, വാൽജീൻ എന്ത് ചെയ്യുകയാണ്? അഭയം പ്രാപിക്കുകയാണ്. ഷെൽട്ടർ, അഭയം പ്രാപിക്കുകയാണ്. ഇവിടെ അഭയം കണ്ടെത്തുന്നു? ഫോർ ദ നൈറ്റ്, രാത്രിയിലേക്കുള്ള അഭയം. ഇൻ എ ബിഷപ്സ് ഹൗസ്, ഒരു ബിഷപ്പിന്റെ വീട്ടിൽ രാത്രിയിലേക്കുള്ള അഭയം കണ്ടെത്തുന്നു. വാൽജീൻ മിസ്റ്റേക്സ് ഹിം ഫോർ എ പ്രീസ്റ്റ്. എന്നാൽ വാൽജീൻ അദ്ദേഹത്തെ ഒരു മെത്രാൻ, ബിഷപ്പ് എന്ന് പറഞ്ഞാൽ മെത്രാൻ, പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ, പുരോഹിതനേക്കാളും വളരെ ഉയർന്ന പദവിയാണ് ഒരു മെത്രാൻ എന്നുള്ളത്. വാൽജീൻ മിസ്റ്റേക്സ് ഹിം ഫോർ എ പ്രീസ്റ്റ്. എന്നാൽ വാൽജീൻ ഈ മെത്രാനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സാധാരണ വസ്ത്രധാരണമൊക്കെ കണ്ടിട്ടായിരിക്കും മിസ്റ്റേക്സ് ഹിം ഫോർ എ പ്രീസ്റ്റ്. വാൽജീൻ അദ്ദേഹത്തെ ഒരു പുരോഹിതൻ എന്നാണ് കരുതുന്നത്. ആൻഡ് ആഫ്റ്റർ സ്ലീപ്പിംഗ് ഫോർ എ ലിറ്റിൽ വൈൽ, അല്പസമയം ഉറങ്ങിയ ശേഷം,
takes the silver bishop കൊണ്ട് ആ മെത്രാന്റെ കുറച്ച് എന്താണ് വെള്ളി പാത്രങ്ങളെ എടുക്കുകയാണ്. ആൻഡ് ran away in the middle of the night. ആ രാത്രിയുടെ എന്താണ് അർദ്ധരാത്രിയിൽ എടുത്ത സാധനങ്ങളുമായിട്ട് താൻ ഓടിപ്പോവുകയാണ്. The extract under study consists of the incidents that create a turning point in Jean Valjean's life. After leaving prison, Valjean finds shelter for the night in a bishop's house. Valjean mistakes him for a priest and after sleeping for a little while, takes the silver the bishop owned and ran away in the middle of the night. When the bishop, Monsignor Benvino, discovers the basket for the silver in the garden, ആ ബിഷപ്പ് മെത്രാൻ എന്ത് ചെയ്യുകയാണ്? ബിഷപ്പായ മോൺസിഗ്നോർ ബിൻവാനോ ഡിസ്കവേഴ്സ് ദ ബാസ്കറ്റ് ഫോർ ദ സിൽവർ ഇൻ ദ ഗാർഡൻ. എന്ത് ചെയ്യാണ്? ആ ബാസ്കറ്റ്, ആ വെള്ളിപ്പാത്രങ്ങൾ സൂക്ഷിച്ചിരുന്നതായ ആ ബാസ്കറ്റിനെ ഗാർഡൻ പൂന്തോട്ടത്തിൽ കണ്ടെത്തിയപ്പോൾ ഹി ഈസ് മോർ പെർറ്റേർബ്ഡ്. അദ്ദേഹത്തിന് എന്താ സംഭവിക്കുന്നത്? ഹി ഈസ് മോർ പെർറ്റേർബ്ഡ്. എന്താണ് പെർറ്റേർബ്ഡ് എന്ന് വെച്ചാല്? ജസ്റ്റ് 1 സെക്കൻഡ്. അദ്ദേഹം അധികമായിട്ട് എന്ത് ചെയ്യപ്പെടുകയാണ്? പെർറ്റേർബ്ഡ്, പരിഭ്രമിക്കപ്പെടുകയാണ്. അദ്ദേഹം അധികമായി പരിഭ്രമിക്കുകയാണ്. പെർറ്റേർബ്ഡ് എന്ന് വെച്ചാല് പരിഭ്രമിക്കപ്പെടുക. അദ്ദേഹം അധികമായി പരിഭ്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബൈ ദ ഫാക്ട് ദാറ്റ്, യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട്. എന്താണ് താൻ ഉൾക്കൊണ്ട യാഥാർത്ഥ്യം? പ്ലാൻ ഹാസ് ബീൻ ഡാമേജ്ഡ് ദാൻ ദ ലോസ് ഓഫ് ദ സിൽവർ. അപ്പൊ തനിക്ക് പരിഭ്രമം ഉണ്ടാകുന്നത് എന്തല്ല? വെള്ളിപ്പാത്രങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, പകരം ആ ചെടി ഇല്ലാതായി പോയി. അപ്പൊ ഗാർഡനിലെ ഏതോ ചെടിയുടെ പുറത്താണ് ഈ വെള്ളിപ്പാത്രങ്ങൾ ഇട്ടിരുന്നതായ ബാസ്കറ്റിനെ കൊണ്ട് ഇട്ടിരുന്നത്. അപ്പം വെള്ളിപ്പാത്രങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് തനിക്ക് വലിയ പരിഭ്രമവും തോന്നിയില്ല. പക്ഷെ അത് വീണ് ഒടിഞ്ഞു പോയ അല്ലെങ്കിൽ ഇല്ലാതായി പോയ ചെടിയെ ഓർത്ത് തനിക്ക് പരിഭ്രമം ഉണ്ടായി. ഇൻഫാക്ട് സത്യത്തിൽ ഹി ആസ് ദ അപ്സെറ്റ് ഹൗസ് ഹെൽപ്പ്. താന് അപ്സെറ്റ് ആയിപ്പോയ അല്ലെങ്കിൽ നിരാശയായിപ്പോയ, അപ്സെറ്റ് ആയിപ്പോയ ആരെടുത്ത്? ഹൗസ് ഹെൽപ്പ്. നിരാശയായിപ്പോയ ഹൗസ് ഹെൽപ്പ്, വീട്ടിൽ സഹായത്തിന് നിൽക്കുന്നതായ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്. അപ്പം എന്താണ്? നിരാശയായി നിൽക്കുന്നതായ മാഡം മെഗ്ലോയർ, വീട്ടു സഹായത്തിന് നിൽക്കുന്ന മാഡം മെഗ്ലോയർ ചോദിക്കുകയാണ്, ഇറ്റ് വാസ് റിയലി ദയേഴ്സ് അറ്റ് ഓൾ. അത് സത്യത്തിൽ നമ്മുടെ തന്നെയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ താൻ ചോദിക്കുന്ന അർത്ഥം എന്താണ്? ഹി മെന്റ് ദിസ് ഇൻ എ അലിഗോറിക്കൽ സെൻസ്. താന് ഈ പറയുന്നത് എങ്ങനെ പറയുന്നതാണ്? ഇതൊരു അലിഗോറിക്കൽ സെൻസിലായിട്ടാണ് അദ്ദേഹം അക്കാര്യം ചോദിക്കുന്നത്. വാസ്തവത്തില് ഇത് നമ്മൾ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയാണ്? ഒരു അലിഗോറിക്കൽ, ഒരു ദൃഷ്ടാന്തപരമായിട്ടാണ്, ദൃഷ്ടാന്ത രൂപേണയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്നുള്ളത്, they had no right to be eating with silver. നമുക്ക് എന്താണ്? നമുക്ക് സത്യത്തില് ഈ വെള്ളി കൊണ്ട് കഴിക്കാനുള്ള ഒരു യോഗ്യത, ഒരു അധികാരവും അല്ലെങ്കിൽ ഒരു അവകാശം ഈ വെള്ളി പാത്രങ്ങൾ കൊണ്ട് നമുക്ക് കഴിക്കുന്നതിനുള്ള യാതൊരുവിധ അവകാശങ്ങൾ സത്യത്തിൽ നമുക്ക് ഇല്ല. എന്താണ്? when the parish had so many poor amongst us. കാരണം ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒത്തിരിയേറെ പാവങ്ങൾ നമ്മുടെ ഇടവകയിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വെള്ളിപ്പാത്രങ്ങൾ കൊണ്ട് കഴിക്കുന്നതിനുള്ള ഒരു അവകാശവും ഇല്ല എന്നാണ് താൻ അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനെ കഴിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് താൻ പറയുന്നത്. when the bishop Monsignor Benvino discovers the basket for the silver in the garden, ആ ബാസ്കറ്റിനെ, സിൽവർ ബാസ്കറ്റിനെ, അതായത് വെള്ളിപ്പാത്രങ്ങൾ ഇട്ട് വെച്ചിരുന്നതായ ആ ബാസ്കറ്റിനെ പൂന്തോട്ടത്തിൽ കണ്ടപ്പോൾ he is more perturbed by the fact, അദ്ദേഹത്തിന് കൂടുതൽ പെർട്ടേർബ്ഡ്, അതിന് കൂടുതൽ പരിഭ്രമം ഉണ്ടാകുന്നത് എന്തിനാണ്? എ പ്ലാന്റ് ഹാസ് ബീൻ ഡാമേജ്ഡ് ദാൻ ദ ലോസ് ഓഫ് ദ സിൽവർ. എന്താണ്? ഒരു ചെടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വെള്ളി പോയത് കാര്യമല്ല, പക്ഷെ ഒരു ചെടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ ഓർത്താണ് എനിക്ക് വളരെ ഭാരം തോന്നിയത്. ഇൻഫാക്ട് സത്യത്തിൽ he asked the upset house help, എന്താണ്? പരിഭ്രമിച്ചു നിൽക്കുന്നതായ വീട്ടിലെ സഹായത്തിന് നിൽക്കുന്ന മാഡം മെഗ്ലോയറോട് അദ്ദേഹം ചോദിക്കുന്നു, ഇറ്റ് വാസ് റിയലി ദയേഴ്സ് അറ്റ് ഓൾ. സത്യത്തിൽ നമുക്കുള്ളതാണോ ഇതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. he meant this in an allegorical sense. ഇതൊരു ദൃഷ്ടാന്ത രൂപേണയാണ് അദ്ദേഹം ഇത് ചോദിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം ചോദിക്കുന്നതിന്റെ അർത്ഥം, they had no right to be eating with silver. അവർക്ക് വെള്ളി കൊണ്ട് ഉള്ള പാത്രത്തെ കഴിക്കുന്നതിനുള്ള അധികാരം യഥാർത്ഥത്തിൽ ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം എപ്പോഴാണ് the parish had so many poor amongst them. അവരുടെ നടുവിൽ ഇത്രയധികം അവരുടെ ഇടവകയിൽ ഇത്രയും പാവങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെ നമുക്ക് വെള്ളി കൊണ്ടുള്ള പാത്രത്തിലൊക്കെ കഴിക്കാനായിട്ട് കഴിയും?
When the Bishop Monsignor Bienvenu discovers the basket for the silver in the garden, he is more perturbed by the fact that the plant has been damaged than the loss of the silver. In fact, he asked the upset household Madame Magloire whether it was really theirs at all. He meant this in an allegorical sense. They had no right to be eating with silver when the parish had so many poor among them. When the women asked him what cutlery he is to eat with, എന്നാൽ ആ സമയത്ത് ആ സ്ത്രീ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വാട്ട് കട്ട്ലറി, എന്ത് സ്പൂൺ ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഏത് ഉപകരണങ്ങൾ വെച്ച് he is to eat with, നിങ്ങൾ ഏത് ഉപകരണങ്ങൾ വെച്ച് നിങ്ങൾ കഴിക്കുമെന്ന് അവർ ചോദിക്കുമ്പോൾ the Monsignor replays pewter, മോൺസിഗ്നോർ എന്ന് പറയുകയാണ്, നമുക്ക് ആ വെള്ളോട് വെച്ച് കഴിക്കാം, വെള്ളോട് കൊണ്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ അത് വെച്ച് കഴിക്കാമെന്ന് പറയുന്നു. When she says it has a ബാഡ് സ്മെൽ, ഇപ്പോൾ അവർ പറയുകയാണ്, ഹൗസ് ഹെൽപ്പർ പറയുകയാണ്, ഇറ്റ് ഹാസ് എ ബാഡ് സ്മെൽ, എന്നാൽ വെള്ളോടില് വെച്ച് നിങ്ങൾ കഴിച്ചാൽ എന്ത് ചെയ്യും, അതിലൊരു അഴുക്ക വാടയുണ്ട്, ഒരു വാട അതിൽ നിന്ന് വരും എന്ന് അവര് പറയുകയാണ്. ഹി സേസ് ടിൻ, അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു തകരത്തിന്റെ. വെൻ ഷീ സേസ് ഇറ്റ് leaves a bad taste in the mouth, he replaced wood. അങ്ങനെ ഒരു അഴുക്ക രുചി എന്ത് ചെയ്യണം, വായിൽ നൽകുമെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് തടി കൊണ്ടുള്ളത് അല്ലെങ്കിൽ വുഡ് എന്ന് പറഞ്ഞ് അത് മറുപടി കൊടുക്കുകയാണ്. അറ്റ് ദിസ് പോയിന്റ്, ഈ സമയമായപ്പോൾ the culprit is brought in by the gendarmerie. അപ്പം ഈ സമയമായപ്പോൾ എന്ത് ചെയ്യാണ്, കുറ്റവാളിയെ അവിടെ കൊണ്ടുവരികയാണ്. ആ കുറ്റവാളി അവിടെ കൊണ്ടുവരികയാണ്, ഈ ബിഷപ്പിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. When the women ask him what cutlery he is to eat with, the Monsignor replies pewter. When she says it has a bad smell, he says tin. When she says it leaves a bad taste in the mouth, he replies wood. At this point, the culprit is brought in by the gendarmerie. Instead of accusing വാൽജീനെ കുറ്റം വിധിക്കുന്നതിന് പകരം the bishop, to save him, ബിഷപ്പ് അവനെ രക്ഷിക്കുന്നതിന്, ask why he forgot to take the silver candlesticks. അവനെ അവനോട് ചോദിക്കുകയാണ്, why he forgot, നീ എന്തുകൊണ്ട് മറന്നുപോയി, to take the silver candlesticks, ഈ വെള്ളി മെഴുകുതിരി കാലം നീ എടുക്കുന്നതിന് എന്തുകൊണ്ട്, വെള്ളി മെഴുകുതിരി കാലം നീ എടുക്കുന്നതിന് എന്തുകൊണ്ട് മറന്നു എന്ന് അവനോട് ചോദിക്കുകയാണ്. ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ഓവർ ടു ദ അസ്റ്റോണിഷ്ഡ് മാൻ, അതിശയിച്ച് നിൽക്കുന്ന ആ വ്യക്തിയുടെ കരങ്ങളിലേക്ക്, അതായത് മോഷ്ടിച്ച ജീൻ വാൽജിന്റെ കരങ്ങളിലേക്ക് എന്തുകൂടെ കൊടുക്കുകയാണ്, ആ വെള്ളി മെഴുകുകാലുകൂടെ കൊടുക്കുകയാണ്. The gendarmerie thus let him go free. അങ്ങനെ ആ ഫ്രഞ്ച് പോലീസായ ജനറൽമാരി thus let him go free, അവനെ വെറുതെ വിടുന്നു. At this, ഇതിൽ the bishop tells വാൽജീൻ, ഈ സമയം ജനറൽമാരി പൊക്കഴിഞ്ഞപ്പോൾ the bishop, ആ മെത്രാൻ, tells വാൽജീനോട് പറയുകയാണ്, to never forget his promise to use the silver to become an honest man. To never forget his promise. നിന്റെ വാഗ്ദത്തം, അല്ലെങ്കിൽ നീ തന്ന വാക്ക് എന്നുള്ള വാക്കായിരിക്കും കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ്. നീ തന്ന വാക്ക് എന്ത് ചെയ്യരുത്, ഒരിക്കലും നീ മറക്കരുത്. എന്താണ്, യൂസ് ദ സിൽവർ ടു ബിക്കം ആൻ ഓണസ്റ്റ് മാൻ, ഒരു സത്യസന്ധനായ വ്യക്തിയാകാനായിട്ട് നീ എന്ത് ഉപയോഗിക്കണം, ഈ വെള്ളിയെ ഉപയോഗിക്കണം. ദസ് അങ്ങനെ വി സീ ദാറ്റ്, നമുക്ക് കാണാൻ കഴിയുന്നത്, ദ മോൺസിഗ്നർ വാസ് എ മാൻ ഫുൾ ഓഫ് ദ ഡിവൈൻ പവർ ഓഫ് കമ്പാഷൻ. അങ്ങനെ നമുക്ക് ഈ മോൺസിഗ്നറെ കാണാൻ കഴിയുന്നത് എ മാൻ, ഒരു മനുഷ്യനായിട്ട്, എന്ത് മനുഷ്യനായിട്ട്, ഫുൾ ഓഫ് ദ ഡിവൈൻ പവർ ഓഫ് കമ്പാഷൻ, അനുകമ്പയുടെ ദൈവശക്തി ആയിട്ടാണ് ഈ ബിഷപ്പിനെ, ഈ മെത്രാനെ നമുക്ക് കാണാൻ കഴിയുന്നത്. കമ്പാഷൻ ആൻഡ് മേഴ്സി, അനുകമ്പയുടെയും ദയയുടെയും ദൈവശക്തി ആയിട്ടാണ് ഈ മനുഷ്യനെ, അതായത് ഈ മെത്രാനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് വാസ് ഈവൻ വില്ലിംഗ് ടു ട്രൈ ടു സേവ് എ മാൻസ് സോൾ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാൻ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാകുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇൻസ്റ്റെഡ് ഓഫ് അക്യൂസിംഗ് വാൽജീൻ, the bishop, to save him, asks why he forgot to take the silver candlesticks as well, and hands it over to the astonished man. The gendarmerie thus let him go free. At this, the bishop tells Valjean to never forget his promise to use the silver to become an honest man. Thus, we see that the Monsignor was a man full of the divine power of compassion and mercy, and was even willing to try to save a man's soul. Okay. ഒന്നുകൂടെ വേഗത്തിൽ വായിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രിറ്റിക്കലി അനലൈസ് ദ ക്യാരക്ടർ ഓഫ് മോൺസിഗ്നോർ ബിൻവീനോ or Bienvenu.
Victor Marie Hugo was a French poet, novelist, and dramatist of the Romantic movement, considered to be one of the greatest and best known French writers. Hugo began planning a major novel about social misery and injustice as early as the 1830s, but it would take a full 17 years for his greatest work, Les Miserables, to be finally published in 1862. The story, involving several characters, traces the destiny of a convict, Jean Valjean, a victim of society. The extract under study consists of the incidents that create a turning point in Jean Valjean's life. After leaving prison, Valjean finds shelter for the night in a bishop's house. Valjean mistakes him for a priest, and after sleeping for a little while, he takes the silver the bishop owned and ran away in the middle of the night. When the bishop, Monsignor Bienvenu, discovers the basket for the silver in the garden, he is more perturbed by the fact that a plant has been damaged than the loss of the silver. In fact, he asks the upset househelp Madame Magloire whether it was really theirs at all. He meant this in an allegorical sense. They had no right to be eating with silver when the parish had so many poor amongst them. When the woman asked him what cutlery he used to eat with, the Monsignor replies pewter. When she says it has a bad smell, he says tin. When she says it leaves a bad taste in the mouth, he replies wood. At this point, the culprit is brought in by the gendarmerie. Instead of accusing Valjean, the bishop, to save him, he asks why he forgot to take the silver candlesticks as well and hands it over to the astonished man. The gendarmerie thus let him go free. At this, the bishop tells Valjean to never forget his promise to use the silver to become an honest man. Thus, we see that the Monsignor was a man full of the divine power of compassion and mercy, and was even willing to try to serve a man's soul. Thank you.